വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ സോഷ്യലൈസേഷൻ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ സ്ട്രക്ചർ, ഇതുപോലുള്ള കോൺസെപ്റ്റുകളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്ത് വന്നിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് സോഷ്യൽ കൺട്രോൾ അഥവാ സാമൂഹിക നിയന്ത്രണം, സാമൂഹിക നിയന്ത്രണത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് സോഷ്യൽ കൺട്രോൾ അഥവാ എന്താണ് സാമൂഹിക നിയന്ത്രണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ്, സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് കോൺസെപ്റ്റിന്റെ സവിശേഷതകൾ ആൻഡ് ഇതിന്റെ ടെപ്പിയോളജീസ്, ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി ഈ ഒരു കോൺസെപ്റ്റിന്റെ അണ്ടറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പാർട്ടുകളായിട്ടായിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ ക്ലാസ്സുകൾ ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ എന്താണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ക്ലാരിഫിക്കേഷൻ ഉണ്ടാകും. ആൻഡ് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആ കോൺസെപ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഡെഫിനിഷൻസും ആൻഡ് അതിന്റെ അർത്ഥം, മീനിങ്, അതുപോലെ തന്നെ സാമൂഹ്യവൽക്കരണം അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ, അതുപോലുള്ള കോൺസെപ്റ്റുമായിട്ട് എങ്ങനെ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ബന്ധപ്പെടുത്തിയിരിക്കുന്നു, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സോഷ്യൽ കൺട്രോൾ അഥവാ സാമൂഹിക നിയന്ത്രണം എന്ന് നമുക്ക് നോക്കാം. മനുഷ്യ സമൂഹങ്ങളുടെ പ്രവർത്തനം മനസ്സിലാക്കുന്നതിനുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ആശയമായിട്ടാണ് സാമൂഹിക നിയന്ത്രണത്തെ അഥവാ സോഷ്യൽ കൺട്രോളിനെ കൺസിഡർ ചെയ്യുന്നത്. എന്താണ്? മനുഷ്യ സമൂഹങ്ങളിലെ അല്ലെങ്കിൽ മനുഷ്യ സമൂഹങ്ങളുടെ പ്രവർത്തനം മനസ്സിലാക്കുന്നതിനുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ആശയമായിട്ടാണ് സാമൂഹിക നിയന്ത്രണത്തെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇത് എന്ന് തൊട്ടാണ് അല്ലെങ്കിൽ ഏത് കാലഘട്ടം മുതൽ സാമൂഹിക നിയന്ത്രണം സമൂഹത്തില് പ്രസക്തി ആർജിച്ചു അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനുഷ്യരുടെ ചരിത്രാതീത മനുഷ്യരുടെ ചിതറിക്കിടക്കുന്ന അല്ലെങ്കിൽ നാടോടികളായിട്ട് കൂട്ടം കൂട്ടമായിട്ട് കഴിഞ്ഞിരിക്കുന്ന മനുഷ്യ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഈ കാർഷിക വൃത്തിയിലേക്ക് മാറിയപ്പോൾ അല്ലെങ്കിൽ ഒരു കർഷക സമൂഹത്തിലേക്ക് നമ്മൾ മാറിയപ്പോൾ നമുക്ക് കൂടുതലും നമ്മൾ കൂടുതൽ ഹോം ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഗാർഹികവൽക്കരിച്ചുകൊണ്ട് സ്ഥിരതയൊക്കെ കൈവരിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക സമൂഹങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയുണ്ടായി. കൃഷി അധിഷ്ഠിതമായിട്ടുള്ള ആ ഒരു കാലം തൊട്ട് നമുക്ക് ഈ ഒരു സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ സാമൂഹ്യ നിയന്ത്രണം നമ്മുടെ സമൂഹത്തിൽ പ്രസക്തി ആർജിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം അത്തരം ഒരു പാറ്റേണൈസ്ഡ് സമൂഹം ക്രിയേറ്റ് ചെയ്തപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ ഒരു പാറ്റേണൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി നിലവിൽ വന്നപ്പോഴേക്കും അവിടെ മനുഷ്യരുടെ അല്ലെങ്കിൽ വ്യക്തിഗത പെരുമാറ്റങ്ങൾക്ക് നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടത് അനിവാര്യമായി വന്നു. അതായത് എല്ലാ വ്യക്തികളുടെ പെരുമാറ്റവും അത് എല്ലാ വ്യക്തികളും അവരവരുടെ ബെനിഫിറ്റ് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്, അല്ലെ, അവരവരുടെ നേട്ടമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ അതിന് വേണ്ടിയിട്ട് വ്യക്തികൾ പല രീതിക്ക് പ്രവർത്തിക്കും സൊസൈറ്റിയിൽ, അല്ലെങ്കിൽ പല ആക്ഷൻസുകൾ അവർ നടത്തും. അപ്പൊ ഈ ആക്ഷൻസുകൾ ചിലപ്പോൾ സമൂഹത്തിന് അത് ബെറ്റർ ആകണമെന്നില്ല, സമൂഹത്തിന് ചിലപ്പോൾ അത് നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്തേക്കാം. അത്തരം ഒരു സിറ്റുവേഷനിൽ സൊസൈറ്റിയിലെ വ്യക്തികളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു സംവിധാനം ആവശ്യമായി വന്നു. സാമൂഹിക ക്ഷേമം വരുത്തുന്നതിനായിട്ട് വ്യക്തികളുടെ പെരുമാറ്റം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു സംവിധാനം ആവശ്യമായി വന്നു. ആ ഒരു സാഹചര്യത്തിലാണ് സോഷ്യൽ കൺട്രോൾ അഥവാ സാമൂഹിക നിയന്ത്രണം സമൂഹത്തില് എന്ത് ചെയ്തിട്ടുള്ളത്, ഉടലെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ പ്രശസ്തി ആർജിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് സോഷ്യൽ കൺട്രോൾ അഥവാ സാമൂഹിക നിയന്ത്രണം എന്താണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ സാമൂഹ്യ ശാസ്ത്രപരമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് സാമൂഹ്യ നിയന്ത്രണം എന്നത് നിയമപരമായിട്ടുള്ള ഒരു നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ ശിക്ഷാ നടപടികളോ ഒന്നും അത് മാത്രമല്ല, മറിച്ച് വ്യക്തിയുടെയും കൂട്ടത്തിന്റെയും അല്ലെങ്കിൽ വ്യക്തികളടങ്ങുന്ന ഗ്രൂപ്പിന്റെയൊക്കെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന ഔപചാരികവും അനൗപചാരികവുമായ വിശാലമായിട്ടുള്ള ഒരു സാമൂഹിക സംവിധാനമാണ് സോഷ്യൽ കൺട്രോൾ അഥവാ സാമൂഹിക നിയന്ത്രണം എന്ന് നമുക്ക് പറയാം. അപ്പൊ എന്താണ് സാമൂഹ്യ ശാസ്ത്രപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് വ്യക്തികളുടെ അല്ലെങ്കിൽ നിയമപരമായിട്ട് വ്യക്തികളെ നിയന്ത്രിക്കുന്നതോ അല്ലെങ്കിൽ ശിക്ഷാ നടപടികളോ മാത്രമല്ല, വ്യക്തിയുടെയും വ്യക്തികളടങ്ങുന്ന സോഷ്യൽ ഗ്രൂപ്പിന്റെയും പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന ഔപചാരികവും അതുപോലെ തന്നെ അനൗപചാരികവുമായിട്ടുള്ള വിശാലമായിട്ടുള്ള സാമൂഹിക സംവിധാനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോഷ്യൽ കൺട്രോൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ സാമൂഹിക ബന്ധം അല്ലെങ്കിൽ ഈ സോഷ്യൽ കൺട്രോൾ സാമൂഹിക നിയന്ത്രണം ഇല്ല എന്നുണ്ടെങ്കിൽ സാമൂഹിക ബന്ധങ്ങൾ എന്ന് പറയുന്നത് സമൂഹം ബന്ധമില്ലാത്ത വ്യക്തികളുടെ ഒരു കൂട്ടായ്മ മാത്രമായി മാറും. അതുപോലെ തന്നെ കൂട്ടായി പ്രവർത്തിക്കാനോ പൊതുവായ ലക്ഷ്യങ്ങൾ കൈവരിക്കാനോ വ്യക്തികൾക്ക് കഴിയാതെ വരും. സോ അതുകൊണ്ട് വ്യക്തികളുടെ പെരുമാറ്റത്തേക്ക് നിയന്ത്രിച്ചുകൊണ്ട് ഒരു സമൂഹത്തിന്റെ ക്ഷേമത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു സാമൂഹിക നിയന്ത്രണം സൊസൈറ്റിയിൽ ആവശ്യമാണ്.
ആവശ്യമാണ്. എന്നാൽ മാത്രമേ വ്യക്തികൾക്ക് എന്താണ് പൊതുവായ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയത്തുള്ളൂ, കൂട്ടായി പ്രവർത്തിക്കാനൊക്കെ കഴിയത്തുള്ളൂ. ഇപ്പൊ എമെ ഡർക്കീം പറയുന്ന പോലെ, എമെ ഡർക്കീം വാദിച്ചത് സമൂഹത്തിന്റെ നിലനിൽപ്പ് തന്നെ ചില മാനദണ്ഡങ്ങളുടെയും അവ നടപ്പിലാക്കുന്നതിനുള്ള ചില സംവിധാനങ്ങൾ, ചില സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. അവ നടപ്പിലാക്കുന്നതിനുള്ള ചില സംവിധാനങ്ങളുടെയും സാന്നിധ്യത്തെ മുൻനിർത്തിയാണ് എന്ത് ചെയ്യുന്നത്, സമൂഹം നിലനിൽക്കുന്നത് എന്നാണ് എമെ ഡർക്കീം പറയുന്നത്. സോ അതുകൊണ്ട് സാമൂഹിക ക്രമം, ഒരു സോഷ്യൽ ഓർഡർ ഒരു സ്വയമേവ ഉണ്ടാകുന്നതല്ല. അത് ബോധപൂർവവും അബോധപൂർവവുമായിട്ടുള്ള വിവിധ നിയന്ത്രണങ്ങളുടെ അടിസ്ഥാനത്തിൽ, നിയന്ത്രണങ്ങളുടെ ശക്തികളിലൂടെ അത് നിലനിൽക്കുന്നതാണ് എന്നതാണ് വാസ്തവം. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് നമുക്ക് സാമൂഹിക നിയന്ത്രണം അല്ലെങ്കിൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് പഠിക്കേണ്ടി വരുന്നു? സോഷ്യോളജിയിലായിരുന്നാലും നമുക്കത് പഠിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ പ്രാധാന്യം എന്താണ്? ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നതിനുള്ള പ്രാധാന്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോൾ സൊസൈറ്റിയിലെ വൈവിധ്യമാർന്നതും പരസ്പര വിരുദ്ധമുള്ള താല്പര്യങ്ങൾക്കിടയിലുള്ള ആൾക്കാരുകൾ ചേർന്നിട്ടുള്ള ഒരു കൂട്ടം, അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു കൂട്ടമാണ് സൊസൈറ്റി അഥവാ സമൂഹം എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇത്തരത്തിലെ വൈവിധ്യമാർന്നതും പരസ്പര വിരുദ്ധമായ താല്പര്യങ്ങൾക്കിടയിലും സമൂഹങ്ങൾ ആന്തരികമായിട്ടുള്ള ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഓർഡർ എങ്ങനെ സൊസൈറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് സാമൂഹ്യ നിയന്ത്രണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. ഓക്കെ, അതുപോലെ തന്നെ മനുഷ്യന്റെ പെരുമാറ്റത്തെ രൂപപ്പെടുത്തുന്നതിൽ മാനദണ്ഡങ്ങൾക്കും അല്ലെങ്കിൽ നോംസുകൾക്കും, അതുപോലെ തന്നെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്ഥാപനങ്ങൾക്കും, അതുപോലെ തന്നെ അധികാരം എന്നിവയ്ക്കുള്ള പങ്ക് എടുത്തു കാണിക്കാനായിട്ട് സാമൂഹ്യ നിയന്ത്രണത്തിലൂടെ നമുക്ക് കഴിയുന്നു, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് കഴിയുന്നു. ആൻഡ് മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ, വ്യക്തി സ്വാതന്ത്ര്യത്തിനും കൂട്ടായ ഉത്തരവാദിത്വത്തിനും ഇടയിലുള്ള ഒരു സംഘർഷത്തെ വെളിപ്പെടുത്തുന്നതിലേക്ക് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിനിടയിലും കൂട്ടായ ഉത്തരവാദിത്വത്തിനും ഇടയിലുള്ള ആ ഒരു സംഘർഷത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സോ ഇതെല്ലാം കൊണ്ടാണ് നമുക്ക് സാമൂഹിക നിയന്ത്രണം എന്ന് പറയുന്നത്, സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചുള്ള ഒരു പഠനം നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് മീനിങ് ആൻഡ് ഡെഫിനിഷൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ്. നമ്മൾ സാമൂഹിക നിയന്ത്രണം അഥവാ സോഷ്യൽ കൺട്രോളിന്റെ അർത്ഥവും പ്രധാനപ്പെട്ട നിർവചനങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട്. അപ്പൊ സാമൂഹിക നിയന്ത്രണം എന്ന പദം രണ്ട് പ്രധാന ആശയങ്ങളെ സമന്വയിപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഒന്ന് സാമൂഹികം, മറ്റൊന്ന് നിയന്ത്രണം, അല്ലെ? അപ്പൊ എന്താണ് സാമൂഹികം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലുള്ള സംഘടിത മനുഷ്യ ഇടപെടലിനെ പരാമർശിക്കുന്നു, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലുള്ള സംഘടിതമായിട്ടുള്ള മനുഷ്യരുടെ ഇടപെടലിനെ പരാമർശിക്കുന്നതാണ് സാമൂഹികം അഥവാ എന്തെന്ന് പറയുന്നത് സോഷ്യൽ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ വ്യക്തികളുടെ നിയന്ത്രണം, സ്വാധീനം, അല്ലെങ്കിൽ വ്യക്തിയുടെയും ഗ്രൂപ്പിന്റെയും പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു സമൂഹത്തിലോ അതുപോലെ തന്നെ സമൂഹത്തിലുള്ള സംഘടിത മനുഷ്യ ഇടപെടലിനെ പരാമർശിക്കുന്നതാണ് സമൂഹം. എന്നാൽ നിയന്ത്രണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാധീനം, അല്ലെങ്കിൽ ഒരുമിച്ച് അതായത് സാമൂഹ്യ മാനദണ്ഡങ്ങളും പ്രതീക്ഷകളും ഒക്കെ അനുസരിച്ചുള്ള വ്യക്തിയുടെയും ഗ്രൂപ്പിന്റെയും പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിനെയാണ് നമ്മൾ ഒരു കൺട്രോൾ അഥവാ നിയന്ത്രണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും നേരത്തെ മാറിപ്പോയിരുന്നു ആ ഒരു കോൺസെപ്റ്റ്, അതുകൊണ്ടാണ് ഞാൻ അതൊന്നും എടുത്ത് പറഞ്ഞത്. അപ്പൊ സാമൂഹിക നിയന്ത്രണം, സോഷ്യൽ കൺട്രോൾ എന്നിങ്ങനെ രണ്ട് വാക്കുകൾ കൂടി ചേർന്നതാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പൊ സോഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് റെഫറിംഗ് ടു ഓർഗനൈസിംഗ് ഹ്യൂമൻ ഇന്ററാക്ഷൻ വിത്തിൻ എ കമ്മ്യൂണിറ്റി. അതായത് ഒരു സമൂഹത്തിലോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലോ ഉള്ള സംഘടിത മനുഷ്യ ഇടപെടലിനെ പരാമർശിക്കുന്നതാണ് സോഷ്യൽ അഥവാ സാമൂഹികം എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്നാൽ കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ്, റെഗുലേഷൻ, ഇൻഫ്ലുവൻസ് ഓർ റെസിസ്റ്റൻസ്. അപ്പൊ കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ നിയന്ത്രണം എന്ന് വെച്ച് കഴിഞ്ഞാല് സ്വാധീനം അല്ലെങ്കിൽ വ്യക്തിയുടെയും ഗ്രൂപ്പിന്റെയും പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിനെയാണ് നമ്മൾ കൺട്രോൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ പെരുമാറ്റത്തെ പ്രവചനാത്മകമാക്കുന്ന കഴിവിലാണ് നമ്മൾ സാമൂഹിക നിയന്ത്രണത്തിന്റെ ഒരു സാരാംശത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ വ്യക്തികൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പിന്റെയോ സമൂഹത്തിന്റെയോ വിശാലമായിട്ടുള്ള സാമൂഹിക, സാംസ്കാരിക, ധാർമ്മിക ചട്ടക്കൂടുകളുമായിട്ട് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ പൊരുത്തപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്ന ഒരു കോൺസെപ്റ്റാണ് സോഷ്യൽ കൺട്രോൾ അഥവാ സാമൂഹിക നിയന്ത്രണം എന്ന് നമുക്ക് പറയാം. അപ്പൊ ദ ടേം സോഷ്യൽ കൺട്രോൾ ബ്ലെൻഡ് ടു കോർ ഐഡിയാസ്. ഏതൊക്കെയാണ്? സോഷ്യൽ ആൻഡ് കൺട്രോൾ. സോഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫറിംഗ് ടു ഓർഗനൈസിംഗ് ഹ്യൂമൻ ഇന്ററാക്ഷൻ വിത്തിൻ എ കമ്മ്യൂണിറ്റി ഓർ സൊസൈറ്റി, അല്ലെ? അതായത് സമൂഹത്തിലോ കമ്മ്യൂണിറ്റിയിലോ ഉള്ള സംഘടിത
സംഘടിത മനുഷ്യ ഇടപെടലിനെ പരാമർശിക്കുന്നതാണ് സാമൂഹികം അഥവാ സോഷ്യൽ. എന്നാൽ കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ്, റെഗുലേഷൻ, ഇൻഫ്ലുവൻസ് ഓർ റെസിസ്റ്റൻസ്. അതായത് ഒരു വ്യക്തിയെ അവരെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് എന്താണ് നമുക്ക് പറയാൻ കഴിയുന്നത്, നിയന്ത്രണം, സംഘടിത മനുഷ്യ ഇടപെടലില് മനുഷ്യരുടെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ മനുഷ്യരുടെ ബിഹേവിയറിലുള്ള ഒരു നിയന്ത്രണമാണ് നമ്മൾ കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ ഈ രണ്ട് വാക്കുകളും കൂടി ഒരുമിച്ച് വരുമ്പോൾ ടുഗദർ ദ ഫ്രേസ് ഇംപ്ലൈസ് ദ റെഗുലേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ ബൈ സൊസൈറ്റൽ നോംസ് ആൻഡ് എക്സ്പെക്ടേഷൻ. സൊസൈറ്റിയുടെ നോംസും എക്സ്പെക്ടേഷൻസും അനുസരിച്ച് വ്യക്തികളുടെ പെരുമാറ്റത്തേക്ക് നിയന്ത്രിക്കുന്ന ഒരു ഫ്രേസ് ആണ് സോഷ്യൽ കൺട്രോൾ അഥവാ സാമൂഹിക നിയന്ത്രണം എന്ന് നമുക്ക് പറയാം. The essence of social control is in its ability to bring behavioral predictability. It ensures that human actions are consistent with the broader social, cultural and moral framework of the group or society to which individual belong. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സോഷ്യൽ കൺട്രോൾ എന്ന കോൺസെപ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ചില ഡെഫിനിഷൻസുകളാണ്. ഓക്കെ, അതിലെ ഫസ്റ്റ് വൺ മാക്ഇവർ ആൻഡ് പേജിന്റെ ഒരു ഡെഫിനിഷൻ ആണ്. മാക്ഇവർ ആൻഡ് പേജ് 1985 കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. മാക്ഇവർ ആൻഡ് പേജിന്റെ അഭിപ്രായത്തിൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വേ, ഇതൊരു വഴിയാണ് in which the entire social order adheres and maintaining itself, how it operates as a changing equilibrium. അതായത് ഇതെങ്ങനെയാണ് സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വേ ആയിട്ടാണ് സോഷ്യൽ കൺട്രോളിനെ എന്ത് ചെയ്യുന്നത് മാക്ഇവർ ആൻഡ് പേജ് കൺസിഡർ ചെയ്യുന്നത്. അതായത് മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിലെ ചില സന്തുലിതാവസ്ഥയുമായിട്ട് ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അങ്ങനെ സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വഴിയായിട്ട് സാമൂഹ്യ നിയന്ത്രണത്തെ മാക്ഇവർ ആൻഡ് പേജ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത് സാമൂഹ്യ ക്രമം പാലിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ഒരു വേ, ഒരു രീതി ആയിട്ടാണ് മാക്ഇവർ ആൻഡ് പേജ് സോഷ്യൽ കൺട്രോളിനെ കൺസിഡർ ചെയ്യുന്നത്. സോ ഇതിലൂടെ ഇതെങ്ങനെ എന്ത് ചെയ്യുന്നു, സമൂഹത്തില് സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് എങ്ങനെ ഇത് പ്രവർത്തിക്കുന്നു എന്നതും അവര് ഫോക്കസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ സോഷ്യൽ കൺട്രോൾ ഇസ് എ വേ ഇൻ വിച്ച് ദ എൻറ്റയർ സോഷ്യൽ ഓർഡർ adheres and maintaining itself, how it's operated and as a changing equilibrium എന്നാണ് മാക്ഇവർ ആൻഡ് പേജ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരുടെ സമൂഹത്തിന്റെ വ്യവസ്ഥാപിതമായ ഐക്യത്തെ ഊന്നി പറയും അല്ലെ. സോഷ്യൽ കൺട്രോൾ എന്നൊരു കോൺസെപ്റ്റിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നതിലൂടെ മാക്ഇവർ ആൻഡ് പേജ് എന്ത് ചെയ്യുവാണ്, വ്യവസ്ഥാപിതമായിട്ടുള്ള ഐക്യത്തെ ഊന്നി പറയുന്നു. അതുകൂടാണ്ട് സാമൂഹിക നിയന്ത്രണത്തെ ഒറ്റപ്പെട്ട ഒരു കൂട്ടം അച്ചടക്ക നടപടികളായിട്ടല്ല, മറിച്ച് സാമൂഹിക ക്രമത്തിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ചലനാത്മകമായിട്ട് പരിണമിക്കുന്ന മാനദണ്ഡങ്ങളുടെയും ആചാരങ്ങളുടെയും ഒരു സമഗ്രവും സ്വയം നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരു ശൃംഖലയായിട്ടാണ് സോഷ്യൽ കൺട്രോളിനെ മാക്ഇവർ ആൻഡ് പേജ് വീക്ഷിക്കുന്നത് എന്നാണ് നമുക്ക് ഇവരുടെ ഈ ഒരു ഡെഫിനിഷനിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. മറ്റൊരു ഡെഫിനിഷനാണ് ഓഗ്ബോൺ ആൻഡ് നിംകോഫിന്റെ ഡെഫിനിഷൻ. ഓഗ്ബോൺ ആൻഡ് നിംകോഫിന്റെ ഡെഫിനിഷൻ. ഇപ്പൊ ഓഗ്ബോൺ ആൻഡ് നിംകോഫ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ്സ് റെഫേഴ്സ് ടു ദ patterns of pressure which a society exerts to maintain order and establish rules എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ സാമൂഹ്യ നിയന്ത്രണം ഓഗ്ബോൺ ആൻഡ് നിംകോഫിന്റെ അഭിപ്രായത്തിൽ സാമൂഹ്യ നിയന്ത്രണം എന്നത് ഒരു സമൂഹം ക്രമസമാധാനം നിലനിർത്തുന്നതിനും നിയമങ്ങൾ സ്ഥാപിക്കുന്നതിനും വേണ്ടിയിട്ട് ചെലുത്തുന്ന സമ്മർദ്ദ രീതികളെയാണ് സോഷ്യൽ കൺട്രോൾ എന്നൊരു കോൺസെപ്റ്റ് കൊണ്ട് ഓഗ്ബോൺ ആൻഡ് നിംകോഫ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ഓഗ്ബോൺ ആൻഡ് നിംകോഫ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, സാമൂഹ്യ നിയന്ത്രണം എന്നത് ഒരു സമൂഹം ക്രമസമാധാനം നിലനിർത്തുന്നതിനും നിയമങ്ങൾ സ്ഥാപിക്കുന്നതിനും വേണ്ടിയിട്ട് ചെലുത്തുന്ന അല്ലെങ്കിൽ സമ്മർദ്ദ രീതികളെയാണ് സോഷ്യൽ കൺട്രോൾ എന്നത് കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ഓഗ്ബോൺ ആൻഡ് നിംകോഫ് അഭിപ്രായപ്പെടുന്നത്. അപ്പൊ ഇവരുടെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇവരുടെ ഒരു നിർവചനം അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഇവർ വീക്ഷിക്കുന്നത് സാമൂഹ്യ നിയന്ത്രണത്തിന്റെ നിർബന്ധിതവും മാനദണ്ഡപരവുമായിട്ടുള്ള വശങ്ങളെ മുൻനിർത്തിയാണ് ഇവരെന്ത് ചെയ്യുന്നത് ഓഗ്ബോൺ ആൻഡ് നിംകോഫ് ഡിഫൈൻ ചെയ്യുന്നത്. സാമൂഹ്യ നിയന്ത്രണത്തെ അല്ലെങ്കിൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ അവർ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, നിർബന്ധിതവും മാനദണ്ഡപരവുമായിട്ടുള്ള വശങ്ങളെ മുൻനിർത്തിയായിരുന്നു. അപ്പൊ വ്യവസ്ഥാപിതമായിട്ടുള്ള പെരുമാറ്റ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പ്രത്യക്ഷവും പരോക്ഷവുമായ സമ്മർദ്ദങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് എന്താണ് സമൂഹത്തെ ചിത്രീകരിക്കാനാണ് ഓഗ്ബോൺ ആൻഡ് നിംകോഫ് ശ്രമിക്കുന്നത്. മറ്റൊരു
ഡെഫിനിഷൻ ആണ് ലാൻഡിസിന്റെ ഡെഫിനിഷൻ. അപ്പൊ ലാൻഡിസ് പറയുന്നത് സാമൂഹിക നിയന്ത്രണം അഥവാ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് പ്രോസസ് ബൈ വിച്ച് സോഷ്യൽ ഓർഡർ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് മെയിൻറ്റൈൻഡ്. അതായത് ഇവർ പറയുന്നത് ലാൻഡിസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സാമൂഹിക നിയന്ത്രണം എന്നത് സാമൂഹിക ക്രമം സ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയായിട്ടാണ് ലാൻഡിസ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. പ്രോസസ് ബൈ വിച്ച് സോഷ്യൽ ഓർഡർ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് മെയിൻറ്റൈൻഡ്. ആൻഡ് മറ്റൊരു മറ്റൊരു തിങ്കറാണ് ജെ.എസ്. റൗസക്കിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം സോഷ്യൽ കൺട്രോളിനെ ഡിഫൈൻ ചെയ്യുന്നത് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് ടേം ആണ്. ഈ കളക്റ്റീവ് ടേം ഫോർ ദോസ് പ്രോസസ്സസ് പ്ലാൻഡ് ഓർ അൺപ്ലാൻഡ് ബൈ which individuals are persuaded or compelled to conform to the usages and life values of groups. അപ്പൊ ജെ.എസ്. റൂസാക്കിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് ആസൂത്രിതമോ അതുപോലെ തന്നെ ആസൂത്രിതമല്ലാത്തതോ ആയ പ്രക്രിയകളുടെ ഒരു കൂട്ടായ പദം അതിലൂടെ വ്യക്തികളെ ഗ്രൂപ്പുകളുടെ ഉപയോഗങ്ങളോടും ജീവിത മൂല്യങ്ങളോടും പൊരുത്തപ്പെടാൻ പഠിപ്പിക്കുകയോ പ്രേരിപ്പിക്കുകയോ നിർബന്ധിതമാക്കുകയോ ചെയ്യുന്നു. അത്തരമൊരു കോൺസെപ്റ്റ് ആണ്, അത്തരമൊരു രീതിയാണ് സാമൂഹ്യ നിയന്ത്രണത്തിലൂടെ അഥവാ സോഷ്യൽ കൺട്രോളിലൂടെ പ്രാപ്തമാകുന്നത് എന്നാണ് ആര് പറയുന്നത്? ജെ.എസ്. റൂസക്ക് പറയാം. അപ്പൊ ജെ.എസ്. റൂസക്കിന്റെ അഭിപ്രായത്തില് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് ആസൂത്രിതമോ ആസൂത്രിതമല്ലാത്തതോ ആയിട്ടുള്ള പ്രക്രിയകളുടെ ഒരു കൂട്ടായിട്ടുള്ള ഒരു പദമായിട്ടാണ് സോഷ്യൽ കൺട്രോളിനെ കൺസിഡർ ചെയ്യുന്നത്. സോ ഇതിലൂടെ ഈ പദത്തിലൂടെ എന്താണ് വ്യക്തികളെ ഗ്രൂപ്പുകളുടെ ഉപയോഗത്തോടും ജീവിത മൂല്യങ്ങളോടും പൊരുത്തപ്പെടാൻ പഠിപ്പിക്കുകയോ പ്രേരിപ്പിക്കുകയോ നിർബന്ധിക്കുകയോ ചെയ്യുന്നു എന്നാണ് ആര് പറയുന്നത്? ജെ.എസ്. റൂസക്ക് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ചില ഡെഫിനിഷൻസുകളാണ്. മാക്കേവർ ആൻഡ് പേജിന്റെ ഡെഫിനിഷൻ നോക്കി, ഒക്ബേൺ ആൻഡ് നിംകോഫിന്റെ ഡെഫിനിഷൻ നോക്കി, ലാൻഡിസിന്റെ ഡെഫിനിഷൻ നോക്കി, ജെ.എസ്. റൂസക്കിന്റെ ഡെഫിനിഷൻ നോക്കി. ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് തിയററ്റിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ കൺട്രോൾ. സാമൂഹിക നിയന്ത്രണം എന്ന് പറയുന്ന കോൺസെപ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില സൈദ്ധാന്തികമായിട്ടുള്ള സവിശേഷതകളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരുപാട് ഡെഫിനിഷൻസ് സോഷ്യൽ കൺട്രോൾ എന്ന കോൺസെപ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ട് പ്രധാനപ്പെട്ട ചില ഡെഫിനിഷൻസുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഈ ഒരു ഡെഫിനിഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റിന്റെ പ്രധാനപ്പെട്ട തിയററ്റിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കി എടുക്കാം. അതിൽ ഫസ്റ്റ് വൺ ടെലിയോളജിക്കൽ ഇൻ നാച്ചർ എന്നുള്ളതാണ്. അതായത് ടെലിയോളജിക്കൽ നാച്ചർ എന്ന് പറയുമ്പോൾ സോഷ്യൽ കൺട്രോൾ ഈസ് ഗോൾ ഡയറക്റ്റഡ് എന്നുള്ളതാണ്. അതായത് നമുക്ക് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത് ഒരു ലക്ഷ്യബോധമുള്ളതാണ് എന്ന് നമുക്ക് പറയാം, അല്ലെ? ഇപ്പൊ സാമൂഹ്യ നിയന്ത്രണത്തിലൂടെ വ്യക്തികളുടെ അനധികൃതമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള പെരുമാറ്റങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് സാമൂഹ്യ ക്ഷേമം ഉറപ്പുവരുത്തുന്നു, അല്ലെ? അതാണ് മെയിൻലി ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വ്യക്തികളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ചില മാനദണ്ഡങ്ങളിലൂടെ, എഴുതപ്പെട്ട ചില നിയമങ്ങളിലൂടെ, എഴുതപ്പെടാത്തതുമായിട്ടുള്ള ചില റൂൾസുകളിലൂടെ, നിയമങ്ങളിലൂടെ, മാനദണ്ഡങ്ങളിലൂടെയൊക്കെ, വാല്യൂകളിലൂടെയൊക്കെ വ്യക്തികളുടെ പെരുമാറ്റങ്ങളെ നിയന്ത്രിക്കുന്നു. അതിലൂടെ സമൂഹത്തിന് ക്ഷേമപരമായിട്ടുള്ള കാര്യങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നു. ഇപ്പൊ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ അതെന്താണ്? ഒരു പെർട്ടിക്കുലർ ഗോൾ ഓറിയന്റഡ് ആണ് എന്ന് നമുക്ക് പറയാം. അതാണ് ഈ ടെലിയോളജിക്കൽ ഇൻ നാച്ചർ എന്ന് പറയുന്ന ഒരു സവിശേഷത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എയിം ടു അച്ചീവ് കൺഫോമിറ്റി ആൻഡ് മെയിൻറ്റെയിൻ സോഷ്യൽ ഓർഡർ. അപ്പോൾ ഈ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്റെ എയിം എന്ന് പറയുന്നത് സോഷ്യൽ ഓർഡർ, സാമൂഹിക ക്രമം മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു കൺഫോമിറ്റി, സൊസൈറ്റിയിൽ ഒരു കൺഫോമിറ്റി, ഒരു അനുരൂപത കൈവരിക്കുക, അതുപോലെ തന്നെ സാമൂഹിക ക്രമം നിലനിർത്തുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന സോഷ്യൽ ഓർഡർ എന്ന് പറയുന്ന സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്റെ പ്രധാനപ്പെട്ട ഒരു എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ബട്ട് ഇറ്റ് മീൻസ് ടു ആൻ എൻഡ് ബി ഇറ്റ് കൊഹഷൻ കംപ്ലൈൻസ് ഓഫ് കൾച്ചറൽ പ്രിസർവേഷൻ. അപ്പൊ നമുക്ക് എന്താണ് ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ട് നമുക്ക് ഐക്യബോധത്തോടു കൂടി അല്ലെങ്കിൽ അനുസരണ ബോധത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ സാംസ്കാരിക സംരക്ഷണത്തോടു കൂടിയിട്ടൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് സൊസൈറ്റിയിലെ ഒരു സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയിട്ട് നിലനിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് സോഷ്യൽ കൺട്രോൾ എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇത് സോഷ്യൽ കൺട്രോൾ ഒരു ഗോൾ ഡയറക്റ്റഡ് ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതാണ് ഈ ടെലിയോളജിക്കൽ ഇൻ നാച്ചർ എന്ന് പറയുന്ന സവിശേഷത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സോഷ്യൽ കൺട്രോളിന്റെ മറ്റൊരു സവിശേഷത ഇറ്റ്സ് ഓപ്പറേറ്റ് ഇൻ മൾട്ടിപ്പിൾ ലെവൽ എന്നുള്ളതാണ്. അതായത് നമുക്ക് ഒന്നിലധികം തലങ്ങളിൽ ഈ സോഷ്യൽ കൺട്രോൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. സോഷ്യൽ കൺട്രോൾ ഇസ് നോട്ട് മോണോലിത്തിക്, ഇറ്റ് ഫങ്ഷൻസ് ഇന്റർ ഗ്രൂപ്പ്സ്, ഇന്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ, അല്ലെ? വ്യത്യസ്തമായിട്ടുള്ള നമുക്കിപ്പോ അറിയാം സോഷ്യൽ ഗ്രൂപ്പുകളെല്ലാം
ഒരേപോലുള്ള അല്ല, അല്ലെങ്കിൽ മോണോലിത്തിക് അല്ല, അല്ലെ? ഓരോ അതായത് സോഷ്യൽ കൺട്രോൾ നോട്ട് മോണോലിത്തിക് എന്നുള്ളതാണ്. അതായത് നമുക്ക് സാമൂഹിക ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പുകളാണ് നമുക്ക് സൊസൈറ്റിയിൽ കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ ഗ്രൂപ്പുകളിലെല്ലാം പലതരത്തില് ഈ സോഷ്യൽ കൺട്രോൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതും സോഷ്യൽ ഗ്രൂപ്പിന്റെ മറ്റൊരു സവിശേഷതയായിട്ട് നമുക്ക് പറയാം. അതായത് ഒന്നിലധികം തലങ്ങളിൽ സാമൂഹിക നിയന്ത്രണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പ്രവർത്തിക്കുന്നു. അപ്പൊ അത് സാമൂഹിക നിയന്ത്രണം എന്ന് പറയുന്നത് ഒരു ഏകശിലാരൂപമല്ല, അത് മോണോലിത്തിക് അല്ല എന്നുള്ളതാണ്. ഇത് ഇന്റർ ഗ്രൂപ്പുകൾക്കകത്ത് പ്രവർത്തിക്കുന്നു, ഇൻട്രാ ഗ്രൂപ്പുകൾക്കകത്ത് പ്രവർത്തിക്കുന്നു, ഇന്റർ പേഴ്സണൽ ഗ്രൂപ്പുകൾക്കകത്ത് പ്രവർത്തിക്കുന്നു, ഇൻട്രാ പേഴ്സണൽ ഗ്രൂപ്പുകൾക്കകത്ത് പ്രവർത്തിക്കുന്നു. അപ്പൊ ഇന്റർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അപ്പൊ വൺ ഗ്രൂപ്പ് കൺട്രോൾ അനദർ. അപ്പൊ ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നു. അപ്പൊ അവിടെ എന്ത് ചെയ്യാണ്, അവിടെ കൺട്രോൾ ഉണ്ട് അല്ലെ? ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുവാണ് അല്ലെ? അപ്പൊ അവിടെ സോഷ്യൽ കൺട്രോൾ അവിടെ പ്രവർത്തിക്കുന്നില്ലേ? പ്രവർത്തിക്കുന്നുണ്ട്, ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ. ബ്രിട്ടീഷ് ആൾക്കാർ അല്ലെങ്കിൽ ബ്രിട്ടനിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ നമ്മളെ ഇന്ത്യക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ ജനത അവരൊരു ഗ്രൂപ്പാണ്, അവരെ ഭരിക്കുന്നു. അപ്പൊ അത് എന്താണ്, ഇന്റർ ഗ്രൂപ്പ് കൺട്രോൾ ഒരു എക്സാമ്പിൾ ആണ്. മറ്റൊന്ന് ഇൻട്രാ ഗ്രൂപ്പ്. ഗ്രൂപ്പ് കൺട്രോൾസ് ഇറ്റ്സ് ഓൺ മെമ്പേഴ്സ് അല്ലെ? അതായത് ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിനകത്തെ മെമ്പേഴ്സിനെ എന്ത് ചെയ്യുക, ഒരു ഗ്രൂപ്പിലുള്ളവർ തന്നെ ആ ഗ്രൂപ്പിനകത്തെ മെമ്പേഴ്സിനെ നിയന്ത്രിക്കുന്നു. ഫോർ എക്സാമ്പിൾ റിലീജിയസ് കമ്മ്യൂണിറ്റി എൻഫോഴ്സിംഗ് കോഡ്സുകൾ. ഒരു പ്രത്യേക മതത്തിലെ മതവിഭാഗത്തിലെ ആ നേതാക്കള് എന്ത് ചെയ്യും, ആ മതത്തിൽ പെടുന്ന ആൾക്കാരെ നിയന്ത്രിക്കുന്നു. ഇപ്പൊ മുസ്ലിം മതവിഭാഗത്തിലെ അവരുടെ മുതലിയാറും അവരുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവരെന്ത് ചെയ്യുക, ആ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ പെരുമാറ്റത്തേക്ക് നിയന്ത്രിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അത് ഇൻട്രാ ഗ്രൂപ്പ് കൺട്രോൾ ആണ്. അവിടെയും അവിടെയും ഒരു കൺട്രോൾ ആണ് നമ്മൾ കാണുന്നത്, അല്ലെ? സാമൂഹികമായിട്ടുള്ള ഒരു നിയന്ത്രണമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ ഇൻട്രാ ഗ്രൂപ്പിനകത്തും സോഷ്യൽ കൺട്രോൾ പ്രവർത്തിക്കുന്നു, ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. മറ്റൊന്ന് ഇന്റർ പേഴ്സണൽ ആണ്. ഇന്റർ പേഴ്സണൽ ഗ്രൂപ്പുകൾക്കകത്ത് ഇൻഡിവിജ്വൽ ഇൻഫ്ലുവൻസിങ് അതേഴ്സ്, ഇപ്പൊ പിയർ പ്രഷേഴ്സ്, ഇതൊക്കെ ഇന്റർ പേഴ്സണൽ എന്താണ് ഗ്രൂപ്പുകളിലെ അവിടെയും അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. പക്ഷെ അവിടെയും നമുക്ക് എന്താണ് ഒരു കൺട്രോൾ കാണും. നമുക്കറിയാം എന്താണ് ഇപ്പൊ ക്യാമ്പസ് ഹീറോസ് ഒക്കെ ഉണ്ടാവും, അവരിൽ നമ്മൾ ഓരോ ക്യാമ്പസിലുള്ള ആൾക്കാർ ഇൻഫ്ലുവൻസ്ഡ് ആണ്, അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു നിയന്ത്രണം നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് ഇൻട്രാ പേഴ്സണൽ ആണ്. എന്താണ് ഇൻട്രാ പേഴ്സണൽ ഗ്രൂപ്പുകൾക്കകത്ത് നമുക്ക് ആ ഒരു തലത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കാണാം. ഇവിടെ ത്രൂ ഇന്റർനലൈസ്ഡ് നോംസ്, ഇവിടെ മാനദണ്ഡങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ആന്തരികവൽക്കരിക്കപ്പെടുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഫോർ എക്സാമ്പിൾ കോൺസെയിൻസ് ഓർ സെൽഫ് റെസ്ട്രൈൻസ്, അതൊക്കെ ഇൻട്രാ പേഴ്സണൽ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പൊ ആന്തരികവൽക്കരിക്കപ്പെട്ട മാനദണ്ഡങ്ങളിലൂടെയാണ് ഈ ഇൻട്രാ പേഴ്സണൽ കൺട്രോൾ, നമുക്ക് ഇന്റർ പേഴ്സണൽ ഗ്രൂപ്പുകൾക്ക് കൺട്രോൾ, സോഷ്യൽ കൺട്രോൾ നിലനിൽക്കുന്നത്. ഓക്കെ, സോ അപ്പോ മറ്റൊരു സവിശേഷത, സോഷ്യൽ കൺട്രോളിന്റെ മറ്റൊരു സവിശേഷതയായിട്ട് ഓപ്പറേറ്റ്സ് മൾട്ടിപ്പിൾ ലെവൽസ് എന്ന് നമുക്ക് പറയാം. വ്യത്യസ്തമായിട്ടുള്ള സംവിധാനങ്ങൾ, വിവിധ സംവിധാനങ്ങള് അല്ലെങ്കിൽ ഒന്നിലധികം തലങ്ങളില് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പ്രവർത്തിക്കുന്നു. ഒന്നിലധികം തലങ്ങളില് സോഷ്യൽ കൺട്രോൾ, അതായത് സാമൂഹിക നിയന്ത്രണം പ്രവർത്തിക്കുന്നത് അതിന്റെ ഒരു മറ്റൊരു സവിശേഷതയായിട്ട് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന മറ്റൊരു കാര്യം, വിവിധ സംവിധാനങ്ങള് നമുക്ക് സാമൂഹിക നിയന്ത്രണത്തിന് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അത് മറ്റൊരു അടുത്തൊരു സവിശേഷത, സോഷ്യൽ കൺട്രോളിന്റെ മറ്റൊരു തിയററ്റിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാം. അതായത് നമുക്ക് നിയന്ത്രണം ഉറപ്പാക്കാൻ, സാമൂഹിക നിയന്ത്രണം ഉറപ്പാക്കാനായിട്ട് നമ്മൾ ഒന്നിലധികം മെക്കാനിസംസ് യൂസ് ചെയ്യാം. അതിൽ പെർസുവേഷൻ എന്ന് പറയുന്ന ഒരു മെക്കാനിസം യൂസ് ചെയ്യാം, കൊയേഷൻ ഉപയോഗിക്കാം, ഇൻസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ്സ് ഉപയോഗിക്കാം, നോർമാറ്റീവ് പ്രഷേഴ്സ് ഒക്കെ ഉപയോഗിക്കാം. എന്താണ് ഈ പെർസുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമ്പിൾ ഇൻസ്പയറിംഗ് ഒബീഡിയൻസ് ത്രൂ കെരിസ്മാറ്റിക് ലീഡർഷിപ്പ്. അതായത് ഇപ്പോ ഒരു കെരിസ്മാറ്റിക് നേതൃത്വത്തിലൂടെ അവരെ അനുസരിക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജി പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു കാലഘട്ടത്ത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്ത് ആൾക്കാർ അനുസരിച്ച് പോന്നിരുന്നു അല്ലെ? അപ്പൊ അവിടെ ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ ആ വ്യക്തിയിലൂടെ എന്ത് ചെയ്യപ്പെട്ടിരുന്നു, മറ്റു വ്യക്തികളുടെ പെരുമാറ്റത്തെ അവിടെ നിയന്ത്രിച്ചിരുന്നു. അപ്പൊ അങ്ങനെ നിയന്ത്രിക്കാനുള്ള ഒരു മാർഗമായിട്ട് ഈ പെർസുവേഷനെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന, അതായത് ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മറ്റുള്ളവരെ കൺവിൻസ് ചെയ്ത് ബോധ്യപ്പെടുത്തുക. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാമൂഹിക നിയന്ത്രണം പ്രാപ്തമാക്കാം. മറ്റൊരു മെക്കാനിസമാണ് കൊയേഷൻ എന്നുള്ളത്. കൊയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് ചെയ്യാ, എല്ലാരും കൂടി ചേർന്ന് എന്ത് ചെയ്യാ ഒരു നിർബന്ധപൂർവമായിട്ടുള്ള ഒരു പെരുമാറ്റം, ത്രെഡ്സ് ഓഫ് പണിഷ്മെന്റ് ഓർ എക്സ്ക്ലൂഷൻ, അതൊക്കെ അതിനൊരു കൊയേഷൻ ഉള്ള ഒരു എക്സാമ്പിൾ ആണ്. സോ അതിലൂടെയും നമുക്ക് സോഷ്യൽ കൺട്രോൾ എന്ത് ചെയ്യാൻ സാധ്യമാക്കാം. മറ്റൊന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ്സ് ആണ്, സ്ഥാപനപരമായിട്ടുള്ള ചില ഉത്തരവുകൾ. അപ്പൊ ഇവിടെ നിയമങ്ങൾ, ചട്ടങ്ങൾ, ഭരണപരമായിട്ടുള്ള ഉത്തരവുകൾ. സോ ഇതിലൂടെ സോഷ്യൽ കൺട്രോൾ, സാമൂഹിക നിയന്ത്രണം സാധ്യമാണ്. മറ്റൊന്ന് നോർമാറ്റീവ് പ്രഷേഴ്സ് ആണ്. നോർമാറ്റീവ് പ്രഷേഴ്സ് എന്ന് പറയുമ്പോൾ പബ്ലിക് ഒപ്പീനിയൻസ്, കൾച്ചറൽ എക്സ്പെക്ടേഷൻസ് ഒക്കെയാണ് ഈ നോർമാറ്റീവ് പ്രഷേഴ്സിനകത്ത് ഉൾപ്പെടുന്നത്. അപ്പൊ ഇവിടെ
എന്താണ് നോർമാറ്റീവ് പ്രഷേഴ്സ്, അതിനകത്തും എന്താണ് പൊതുജനാഭിപ്രായം, സാംസ്കാരിക പ്രതീക്ഷകൾ, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വ്യക്തിഗത പെരുമാറ്റങ്ങൾ എന്ത് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ഭാഗമായിക്കൊണ്ട് വ്യക്തികളുടെ പെരുമാറ്റങ്ങളൊക്കെ എന്ത് ചെയ്യപ്പെടാം, നിയന്ത്രിക്കപ്പെടാം. അങ്ങനെ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള മെക്കാനിസത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സാമൂഹ്യ നിയന്ത്രണം സാധ്യമാക്കാം എന്നുള്ളതാണ്. അത് സാമൂഹ്യ നിയന്ത്രണത്തിന്റെ ഒരു സവിശേഷതയാണ്. മറ്റൊരു സവിശേഷത ഈസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് പോസിറ്റീവ് നാച്ചറും ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് നാച്ചറും ഉണ്ട്. അപ്പൊ കോൺട്രറി ടു പോപ്പുലർ ബിലീഫ് ദാറ്റ് കൺട്രോൾ ഇംപ്ലൈസ് റെപ്രഷൻ ആൻഡ് സോഷ്യൽ കൺട്രോൾ കാൻ ബി ബോത്ത്. പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ബൈ റീഇൻഫോഴ്സിംഗ് ഡിസൈറബിൾ ബിഹേവിയേഴ്സ്, അതായത് അവാർഡ്സ്, വ്യക്തികൾക്ക് ചില അവാർഡ്സ്, റെസ്പെക്ട്സ് ഒക്കെ കൊടുത്തുകൊണ്ട് വ്യക്തികളുടെ പെരുമാറ്റങ്ങൾ, നല്ല പെരുമാറ്റത്തെ ആണെങ്കിൽ അതിനെ റീഇൻഫോഴ്സ് ചെയ്യിക്കുക, വീണ്ടും വീണ്ടും അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് റീഇൻഫോഴ്സ് ചെയ്യിക്കുക. അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പെരുമാറ്റങ്ങൾ വ്യക്തികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, പണിഷ്മെന്റ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് അവരുടെ പെരുമാറ്റത്തെ തിരുത്താനായിട്ട് നോക്കുക. ഓക്കെ, അപ്പം സോഷ്യൽ കൺട്രോൾ, സാമൂഹ്യ നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഇതും അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട്സ് ഉണ്ടാകും. നമുക്കിപ്പോ വ്യക്തികളുടെ പെരുമാറ്റത്തേക്ക് നിയന്ത്രിച്ച് നമുക്ക് സോഷ്യൽ വെൽഫെയർ ഉറപ്പാക്കാം. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് റെപ്രസ്ഡ് ആയി പോവുകയാണെങ്കിൽ, വ്യക്തികളുടെ അവകാശങ്ങളും അവരുടെ ആവശ്യങ്ങളൊക്കെ ഓവറായിട്ട് ഇങ്ങനെ റെപ്രസ്ഡ് ആയി അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ നെഗറ്റീവായിട്ട് ഇത് എന്ത് ചെയ്യാം, ഇമ്പാക്ട് ചെയ്തൊക്കെ. അപ്പോ നെഗറ്റീവായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ പണിഷ്മെന്റ്സിലൂടെയൊക്കെ എന്ത് ചെയ്യാം, അത്തരം നിയന്ത്രണങ്ങളിലൂടെ എന്ത് ചെയ്യുക, വ്യക്തികളുടെ പെരുമാറ്റങ്ങൾ നെഗറ്റീവ്ലി എഫക്റ്റഡ് ആണെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുമ്പോഴാണ്. പോസിറ്റീവ് എനർജി കൊടുക്കുന്ന കാര്യമാണെങ്കിൽ അതിനെ അവാർഡും റെസ്പെക്ട്സ് ഒക്കെ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്നുള്ളത് സോഷ്യൽ കൺട്രോളുമായി ബന്ധപ്പെടുത്തി പറയാൻ കഴിയുന്ന ഒരു സവിശേഷതയാണ്. സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് വളരെ ഇടുങ്ങിയതും അതുപോലെ തന്നെ വിശാലവുമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ അവലംബിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു നാരോ കോൺസെപ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയുന്നത് സോഷ്യൽ കൺട്രോൾ ഫോക്കസസ് ഓൺലി ഓൺ ലീഗൽ എൻഫോഴ്സ്മെന്റ്, സ്റ്റേറ്റ് അപ്പാരറ്റസ് ഓർ കോയേഷൻ. അതായത് നിയമപരമായിട്ടുള്ള ഒരു എന്താണ് മെയിൻലി നിയമപരമായിട്ടുള്ള എന്തെങ്കിലും അതിൽ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടോ അതുപോലെ തന്നെ സ്റ്റേറ്റ് അപ്പാരറ്റസിൽ കൊയേഷനിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രമാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിലനിൽക്കുന്നത്. മറിച്ച് എന്താണ് കുടുംബം, ഭാഷ, ആചാരങ്ങൾ, മാധ്യമങ്ങൾ, വിദ്യാഭ്യാസം എന്നിവയിലൂടെ പ്രവർത്തിക്കുന്ന ബഹുമുഖവും ദൈനംദിനവുമായ നിയന്ത്രണ രൂപങ്ങളെ ഉൾക്കൊള്ളുന്നതിൽ ഈ ഒരു കോൺസെപ്റ്റ് പരാജയപ്പെടുന്നു എന്നിങ്ങനെ ഇതൊരു അതുകൊണ്ട് തന്നെ ഇതൊരു നാരോ ഇന്റർപ്രിട്ടേഷൻ ആയിട്ട് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ വീക്ഷിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ബ്രോഡർ സോഷ്യോളജിക്കൽ അപ്രോച്ച് ആയിട്ട് വീക്ഷിക്കുന്നവരുമുണ്ട്. അപ്പൊ അവരുടെ കാഴ്ചപ്പാടിൽ ബ്രോഡർ സോഷ്യോളജിക്കൽ അപ്രോച്ച് as taken by thinkers like Ruzic and Berger sees social control as a total social phenomenon pervasive in daily life and often operating silently through socialization and cultural transmission. ഇപ്പൊ ഇവിടെ റൂസെക്ക്, ബർഗറിന്റെ അഭിപ്രായത്തിലൊക്കെ അവര് പറയുന്നത് ഇത് ഈ ഒരു സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് അതൊരു വിശാലമായ ഒരു സാമൂഹ്യശാസ്ത്ര സമീപനമായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ സാമൂഹ്യ നിയന്ത്രണത്തെ ഒരു സമ്പൂർണ്ണ സാമൂഹ്യ പ്രതിഭാസമായിട്ടാണ് ഇവരൊക്കെ വീക്ഷിക്കുന്നത്. അപ്പൊ ദൈനംദിന ജീവിതത്തിൽ വ്യാപകവും പലപ്പോഴും സാമൂഹ്യവൽക്കരണത്തിലൂടെയും സാംസ്കാരിക കൈമാറ്റത്തിലൂടെയും നിശബ്ദമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നായിട്ടാണ് സോഷ്യൽ കൺട്രോൾ അഥവാ സാമൂഹ്യ നിയന്ത്രണത്തെ ഈ സോഷ്യോളജിസ്റ്റുകൾ ബർഗർ ആയിരുന്നാലും റൂസെക്ക് ആയിരുന്നാലും വീക്ഷിക്കുന്നത്. അപ്പൊ അത്തരത്തില് വളരെ നാരോ ആയിട്ടുള്ളതും വളരെ ബ്രോഡ് ആയിട്ടുള്ള ഒരു രണ്ട് തരത്തിലുള്ള ഒരു വ്യൂ കാഴ്ചപ്പാട് ഈ ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട്. നോക്കുന്നത് ഇന്റർ റിലേഷൻഷിപ്പ് വിത്ത് സെൽഫ് കൺട്രോൾ ആൻഡ് സോഷ്യലൈസേഷൻ ആൻഡ് മാനേജ്. അതായത് സെൽഫ് കൺട്രോൾ, സോഷ്യലൈസേഷൻ, മാൽ അഡ്ജസ്റ്റ്മെന്റ് ഇത്തരം കോൺസെപ്റ്റുമായിട്ട് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എങ്ങനെ ഇന്റർ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡിംഗ് സോഷ്യൽ കൺട്രോൾ ഇൻ ഐസൊലേഷൻ ഓഫേഴ്സ് ഓൺലി എ പാർഷ്യൽ വ്യൂ ഓഫ് ഇറ്റ്സ് കോംപ്ലക്സിറ്റി. To grasp its full sociological meaning, it is essential to examine how it intersects with other key concepts, namely self-control, socialization, social maladjustment. These interrelated concepts form the psychological, behavioral, and institutional substrates that make social control both effective and necessary. ഇപ്പൊ നമുക്ക് സാമൂഹ്യ നിയന്ത്രണത്തെ അഥവാ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്ത് നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ അതിന്റെ സങ്കീർണതയെ അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നതിനായിട്ട് നമുക്ക് മറ്റു ചില
സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ് ആയിട്ടുള്ള സെൽഫ് കൺട്രോള്, സോഷ്യലൈസേഷൻ, സോഷ്യൽ മാനറിസം, ഇത്തരം കോൺസെപ്റ്റുകളുമായിട്ട് ഇത്തരം ആശയങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് ഗ്രഹിച്ചുകൊണ്ട് നമുക്ക് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ സങ്കീർണതയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിന്റെ സങ്കീർണതയെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഒരു ഇന്റർ റിലേഷൻസ് മറ്റു കോൺസെപ്റ്റുകളുമായിട്ട് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് നമ്മൾ ഈ ഒരു പരസ്പര ബന്ധിതമായിട്ടുള്ള ഈ ആശയങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെ സാമൂഹിക നിയന്ത്രണത്തെ ഫലപ്രദവും ആവശ്യവുമാക്കുന്ന മനഃശാസ്ത്രപരവും പെരുമാറ്റപരവും സ്ഥാപനപരവുമായിട്ടുള്ള അടിത്തറകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ മറ്റു കോൺസെപ്റ്റുകളുമായിട്ട് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇന്റർ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന് നോക്കാം. ഫസ്റ്റ് വൺ സോഷ്യൽ കൺട്രോൾ ആൻഡ് സെൽഫ് കൺട്രോൾ. സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ട് സാമൂഹിക നിയന്ത്രണം അഥവാ സോഷ്യൽ കൺട്രോൾ എങ്ങനെ ഇന്റർ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ അതിനെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് രണ്ട് കോൺസെപ്റ്റിന്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് കോൺസെപ്റ്റിനെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ? ഇപ്പൊ സോഷ്യൽ കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് റെഫേഴ്സ് ടു ദ എക്സ്റ്റേണൽ മെക്കാനിസം, ഫോർമൽ ഓർ ഇൻഫോർമൽ, യൂസ്ഡ് ബൈ സൊസൈറ്റി ടു റെഗുലേറ്റ് ബിഹേവിയർ ആൻഡ് എൻഷുർ കൺഫോമിറ്റി ടു നോംസ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് സോഷ്യൽ കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതായത് പെരുമാറ്റം നിയന്ത്രിക്കുന്നതിനും മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് വ്യക്തികൾ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും സമൂഹം ഉപയോഗിക്കുന്ന ഔപചാരികമോ അനൗപചാരികമോ ആയ ബാഹ്യ സംവിധാനങ്ങളെയാണ് നമ്മൾ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. എന്നാൽ സെൽഫ് കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദ അതർ ഹാൻഡ് ഇറ്റ് ഈസ് ആൻ ഇന്റേണൽ മെക്കാനിസം. നമുക്ക് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ മെക്കാനിസം ആണെങ്കിൽ സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത് ഇന്റേണൽ മെക്കാനിസം ആണ്, ആന്തരികമായിട്ടുള്ളൊരു കാര്യമാണ്, ആന്തരികമായിട്ടുള്ള ഒരു നിയന്ത്രണമാണ്. whereby an individual voluntarily restrains or guides their own actions in accordance with the personal or socially learned standards. അപ്പോ സെൽഫ് കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ആത്മനിയന്ത്രണം എന്നത് ഒരു ആന്തരിക സംവിധാനമാണ്. അതിലൂടെ ഒരു വ്യക്തിപരമായതോ സാമൂഹികമായി പഠിച്ചതോ ആയ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് സ്വന്തം പ്രവർത്തനങ്ങളെ സ്വമേധയാ നിയന്ത്രിക്കുകയോ നയിക്കുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൽഫ് കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് സോഷ്യൽ കൺട്രോൾ, സെൽഫ് കൺട്രോൾ എന്നത് ഡെഫിനിഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വേർതിരിവ് അഥവാ ഒരു ഡിസ്റ്റിങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് കോൺസെപ്റ്റുകളും ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കോൺസെപ്റ്റുകളെയും എങ്ങനെ ഇന്റർ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസ്പൈറ്റ് ദെയർ കൺസെപ്ച്വൽ ഡിഫറൻസസ് സെൽഫ് കൺട്രോൾ ഈസ് നോട്ട് ഇന്റർഡിപെൻഡന്റ് ഓഫ് സോഷ്യൽ കൺട്രോൾ. അപ്പൊ ഈ രണ്ട് കോൺസെപ്റ്റുകൾക്കും എന്താണ് കൺസെപ്ച്വൽ ഡിഫറൻസസ് ഉണ്ട്. എന്നാൽ സെൽഫ് കൺട്രോൾ എന്താണ് ഒരിക്കലും ഇസ് നോട്ട് ഇൻഡിപെൻഡന്റ് ഓഫ് സോഷ്യൽ കൺട്രോൾ. ഈ രണ്ട് കോൺസെപ്റ്റുകളും വ്യത്യസ്തമാണെങ്കിലും നമുക്ക് ഈ ആന്തരികമായിട്ടുള്ള അല്ലെങ്കിൽ നിയന്ത്രണം അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത് ആത്മനിയന്ത്രണം എന്ന് പറയുന്നത് സാമൂഹിക നിയന്ത്രണത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് അല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇറ്റ് ഈസ് ഇൻ ഫാക്ട് എ ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് ഫോർ ഇറ്റ് ഓഫ് ഇറ്റ്. ഓക്കെ, അതായത് സോഷ്യൽ കൺട്രോളിന്റെ ഒരു ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് ആണ് സെൽഫ് കൺട്രോൾ അഥവാ ആത്മനിയന്ത്രണം എന്ന് നമുക്ക് പറയാം. അതായത് നമുക്ക് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന നിയന്ത്രണങ്ങൾക്ക് അടിസ്ഥാനമായിട്ടാണ് നമ്മൾ ഓരോ മാനദണ്ഡങ്ങളും മൂല്യങ്ങളും ഒക്കെ പഠിക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുകയാണെങ്കിലാണ് അത് സെൽഫ് കൺട്രോൾ ആയിട്ട് മാറുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് ഈ കാര്യങ്ങൾ ബേസിക്കലി ലഭിക്കുന്നത് നമുക്ക് സോഷ്യൽ കൺട്രോളിന്റെ അടിസ്ഥാനത്തിലാണ്. സോ രണ്ട് കോൺസെപ്റ്റുകളും കോൺസെപ്ച്വൽ ഡിഫറൻസസ് ഉണ്ടെങ്കിലും വ്യത്യാസമാണെങ്കിൽ പോലും ഇത് രണ്ടും എന്താണ് സെൽഫ് കൺട്രോൾ ആത്മനിയന്ത്രണം എന്ന് പറയുന്നത് ഒരിക്കലും സാമൂഹിക നിയന്ത്രണത്തിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് അല്ല എന്ന് മനസ്സിലാക്കുക. Okay, and self-control is instilled in individuals through continuous exposure to social norms, familial expectations, educational processes, and cultural values. In this sense, self-control can be viewed as the internalization of social control. അപ്പൊ നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മനിയന്ത്രണം എന്ന് പറയുന്നത് ഇന്റർണലൈസ് ചെയ്ത് നിൽക്കുന്നതാണ്. ഏതുമായിട്ട്? സോഷ്യൽ കൺട്രോളുമായിട്ട് അഥവാ സാമൂഹിക നിയന്ത്രണവുമായിട്ട് എന്താണ് ഇന്റർണലൈസ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ആന്തരികവൽക്കരിക്കപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് സെൽഫ് കൺട്രോൾ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൺട്രോൾ അതായത് നിയന്ത്രണം എന്ന് പറയുന്നത് നമുക്ക് സെൽഫ് കൺട്രോൾ അതുപോലെ സോഷ്യൽ കൺട്രോൾ ഉണ്ട്. ഇതിലെ നിയന്ത്രണം അഥവാ കൺട്രോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് റിഫ്ലക്ട്സ് ടു ലെയേഴ്സ് ഓഫ് സൊസൈറ്റൽ റെഗുലേഷൻ. രണ്ട് തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള ഒരു നിയന്ത്രണത്തെയാണ് ഈ കൺട്രോൾ എന്നതുകൊണ്ട് അല്ലെങ്കിൽ ഒരു റെഗുലേഷൻ ആണ് നമുക്ക് ഒരു സൊസൈറ്റൽ റെഗുലേഷൻ ടു ലെയേഴ്സ് ഓഫ് സൊസൈറ്റൽ റെഗുലേഷൻ ആണ് ഈ കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ സെൽഫ് കൺട്രോളിലായിരുന്നാലും അതുപോലെ സോഷ്യൽ കൺട്രോളിലായിരുന്നാലും ഇവിടെ നിയന്ത്രണമുണ്ട്. ഇപ്പൊ സോഷ്യൽ കൺട്രോളിലാണെങ്കിൽ ബാഹ്യപരമായിട്ടുള്ള നിയന്ത്രണമാണ്, എന്നാൽ സെൽഫ് കൺട്രോളിൽ
ആന്തരികപരമായിട്ടുള്ള ഇന്റർലൈസ്ഡ് ആയിട്ടുള്ള നിയന്ത്രണമാണ് ഉള്ളത്. ഓക്കെ, അപ്പോ ഇത് രണ്ടിലും എന്താണ് നിയന്ത്രണം എന്നുണ്ട്. അതായത് സൊസൈറ്റൽ റെഗുലേഷൻ ആണ് മേലെ 2 layers ഓഫ് സൊസൈറ്റൽ റെഗുലേഷൻ ആണ് നമുക്ക് ഈ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഔട്ടർ ഡിസിപ്ലിൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൊസൈറ്റി ടു ഇൻഡിവിജ്വൽ, വ്യക്തികൾ, അതായത് ബാഹ്യപരമായിട്ടുള്ള ഒരു നിയന്ത്രണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൂടുതലും സോഷ്യൽ കൺട്രോളിനകത്ത് വ്യക്തികളെ, സമൂഹത്തിന്റെ ഭാഗമാകുന്ന വ്യക്തികളെ സാമൂഹ്യ മാനദണ്ഡങ്ങൾക്കൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിയന്ത്രിക്കപ്പെടുന്നു. അതാണ് ഈ ഔട്ടർ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതായത് ബാഹ്യപരമായിട്ടുള്ള ഒരു നിയന്ത്രണമാണ് ഈ സോഷ്യൽ കൺട്രോളിലൂടെ സാധ്യമാകുന്നത്. അതായത് ഫാമിലി, നിയമം, സ്കൂളിലുള്ള നിയമങ്ങളും റെഗുലേഷൻസിലൂടെയൊക്കെ വ്യക്തികളെ കൺട്രോൾ ചെയ്യപ്പെടുന്നത് ഈ ബാഹ്യപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് ഉദാഹരണമാണ്. എന്നാൽ ഇന്നർ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ടു സെൽഫ് ആണ്. അത് വ്യക്തികൾ തന്നെ സ്വയം എന്ത് ചെയ്യുക, അവരെ നിയന്ത്രിക്കുന്നു, അവരെ അവരുടെ പഠിച്ചെടുത്ത മാനദണ്ഡങ്ങൾക്കും മൂല്യങ്ങൾക്കും ഒക്കെ അനുസരിച്ച് അവർ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇൻഡിവിജ്വൽ ടു സെൽഫ് എന്നുള്ളതാണ് ഇന്നർ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ത്രൂ കോൺഷ്യസ് ഗേൾ എത്തിക്കൽ റീസണിങ്, when individual internalize societal values and deeply, the needs for external enforcement diminishes. നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആന്തരികമായിട്ടുള്ള ഒരു അച്ചടക്കം അല്ലെങ്കിൽ ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് വ്യക്തികൾ എന്ത് ചെയ്യുക, വ്യക്തികൾ സ്വയം മനസ്സിലാക്കി മനസാക്ഷിക്ക് അനുസൃതമാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്ത കുറ്റബോധത്തോട് കൂടിയിട്ടൊക്കെ ധാർമ്മികമായിട്ട് എന്ത് ചെയ്യുക, ന്യായവാദങ്ങളിലൂടെയൊക്കെ അവർ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, അവരെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ ഇന്നർ ഡിസിപ്ലിനകത്ത് ഉൾപ്പെടുന്നത്. ഇപ്പൊ വ്യക്തികൾ സാമൂഹിക മൂല്യങ്ങളെ ആഴത്തിൽ ആന്തരികവൽക്കരിക്കുമ്പോൾ ബാഹ്യമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു എൻഫോഴ്സ്മെന്റ്സ് നമുക്ക് അവിടെ കുറയും. കാരണം വ്യക്തികൾ ഓൾറെഡി അവർ ആന്തരികമായിട്ടുള്ള അല്ലെങ്കിൽ ഇനലൈസ് ചെയ്യാണ്, സോഷ്യൽ വാല്യൂസ് ഒക്കെ ഡീപ്ലി മനസ്സിലാക്കുകയാണ്. അപ്പം അവരെ ബാഹ്യമായിട്ട് നിയന്ത്രിക്കേണ്ട ഒരു ആവശ്യകത അവിടെ കുറയും. ഹാൻസ് സെൽഫ് കൺട്രോൾ ആക്ട് ആസ് എ കോസ്റ്റ് എഫക്റ്റീവ് സൈക്കോളജിക്കൽ മെക്കാനിസം ഓഫ് സോഷ്യൽ റെഗുലേഷൻ ഇൻ അഡ്വാൻസ്ഡ് സൊസൈറ്റീസ്. അപ്പോൾ ഇവിടെ ആത്മനിയന്ത്രണം എന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇവിടെ ഇതൊരു സൈക്കോളജിക്കൽ മെക്കാനിസം ആണ് സോഷ്യൽ റെഗുലേഷൻ ഇൻ അഡ്വാൻസ്ഡ് സൊസൈറ്റി. അഡ്വാൻസ്ഡ് സൊസൈറ്റിയുടെ സോഷ്യൽ റെഗുലേഷൻസ് സാധ്യമാക്കുന്ന ഒരു സൈക്കോളജിക്കൽ മെക്കാനിസം ആയിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. മറ്റൊരു കോൺസെപ്റ്റ് സോഷ്യൽ കൺട്രോൾ ആൻഡ് സോഷ്യലൈസേഷൻ, അല്ലെ? സാമൂഹ്യ നിയന്ത്രണവും സോഷ്യലൈസേഷനും, അതായത് സാമൂഹ്യവൽക്കരണം, അതുമായിട്ട് എങ്ങനെ സോഷ്യൽ കൺട്രോൾ, സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് റിലേറ്റ് ചെയ്ത് നിൽക്കും അതാണ്. അപ്പൊ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഈ രണ്ട് കോൺസെപ്റ്റുകളുടെയും ഡെഫിനിഷൻ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഓൾറെഡി സോഷ്യലൈസേഷനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തതാണ്, നമുക്കറിയാം. ഇപ്പൊ സോഷ്യൽ കൺട്രോൾ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആ രണ്ട് കോൺസെപ്റ്റുകളും കൃത്യമായിട്ട് അറിയാം. എന്നാൽ ഒന്നുകൂടി ഞാൻ പറയുവാണ്. ഇപ്പൊ സോഷ്യലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് എ ലൈഫ് ലോങ് പ്രോസസ് ആണ്, അല്ലെ? ജീവിതത്തിലുടനീളം ഒരു വ്യക്തി ജനിച്ച് അവന്റെ എൻറ്റയർ ലൈഫിലുടനീളം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒന്നാണ് സാമൂഹികവൽക്കരണം അഥവാ സോഷ്യലൈസേഷൻ എന്നുള്ളത്. ത്രൂ which individual learn and absorb the norms, values, behaviors and social skills necessary to function effectively in society. ഒരു സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന വാല്യൂസും നോംസും ബിഹേവിയറും സോഷ്യൽ സ്കിൽസും എല്ലാം വ്യക്തികൾ എന്ത് ചെയ്യും, അവൻ ഇങ്ങനെ കടന്നു പോകുന്ന ഓരോ സ്റ്റേജസിലൂടെ അവന്റെ എൻറ്റയർ ലൈഫിൽ ഓരോ സ്റ്റേജസിലൂടെ കടന്നു പോകുന്നതിലൂടെ എല്ലാം അവൻ ഇതിങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പൊ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലേണിംഗ് പ്രോസസ് ആണ് സോഷ്യലൈസേഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, എന്നാൽ സോഷ്യൽ കൺട്രോൾ നമുക്കറിയാലോ, വ്യക്തികളുടെ മാനദണ്ഡങ്ങൾ, നിലനിൽക്കുന്ന മാനദണ്ഡങ്ങളെ നോംസും അനുസരിച്ച് വ്യക്തികളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതാണ് സോഷ്യൽ കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് തമ്മിൽ ഈ രണ്ട് കോൺസെപ്റ്റുകൾ തമ്മിൽ എങ്ങനെ മ്യൂച്വൽ റിലേഷൻ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. സോഷ്യൽ കൺട്രോൾ ഷേപ്പ് സോഷ്യലൈസേഷൻ, അല്ലെ? സാമൂഹ്യ നിയന്ത്രണം എന്ത് ചെയ്യുന്നുണ്ട്, സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, അവിടെ സാമൂഹ്യവൽക്കരണത്തെ എന്ത് ചെയ്യുന്നു, ഷേപ്പ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ബൈ സെറ്റിംഗ് ദ ബൗണ്ടറീസ് ഓഫ് അക്സെപ്റ്റബിൾ ബിഹേവിയർ ഇറ്റ് ക്രിയേറ്റ്സ് എ ഫ്രെയിംവർക്ക് വിത്തിൻ വിച്ച് സോഷ്യലൈസേഷൻ ഓഫ് കോഴ്സ്, അല്ലെ? അപ്പൊ നമുക്ക് നമ്മുടെ പെരുമാറ്റങ്ങൾക്ക് ഒരു ബൗണ്ടറീസ്, അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നതിലൂടെ വ്യക്തികൾ എന്താണ്, ക്രിയേറ്റ് ദ ഫ്രെയിംവർക്ക് വിത്തിൻ വിച്ച് സോഷ്യലൈസേഷൻ ഓഫ് കോഴ്സ്. അതായത് സാമൂഹ്യവൽക്കരണം അവർക്ക് നടക്കുന്നു. അതായത് ഇന്ന നോംസുകളും മാനദണ്ഡങ്ങളും ഉണ്ട്, നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് നമ്മുടെ സൊസൈറ്റി റെസ്ട്രിക്റ്റഡ് ആണ്, അങ്ങനെ ഒരു നിയന്ത്രണം, ഒരു കൺട്രോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത് അതിലൂടെ സാമൂഹ്യവൽക്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഓരോ വ്യക്തികളും, അല്ലെ? അപ്പൊ അവിടെ സോഷ്യൽ കൺട്രോൾ ഷേപ്പ് സോഷ്യലൈസേഷൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ സോഷ്യലൈസേഷൻ റീഇൻഫോഴ്സസ് സോഷ്യൽ കൺട്രോൾ. സാമൂഹികമായിട്ടുള്ള നിയന്ത്രണത്തെ സാമൂഹ്യവൽക്കരണം എന്ത് ചെയ്യുന്നു, റീഇൻഫോഴ്സ് ചെയ്യിക്കും. ബൈ നർച്ചറിങ് individuals who internalize societal norms to build a stable social order. So ഇതിലൂടെ എന്താണ്, ഒരു സോഷ്യൽ ഓർഡർ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. ഈ രണ്ട് കോൺസെപ്റ്റുകളും എന്താണ്,
ലൈക്ക് സിമിലർ ടൂൾസുകൾ, രണ്ട് കോൺസെപ്റ്റുകൾ, സോഷ്യൽ കൺട്രോൾ ആയിരുന്നാലും സോഷ്യലൈസേഷൻ ആയിരുന്നാലും സിമിലർ ടൂൾസുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിലെ ആ ഒരു കോൺസെപ്റ്റുകളുടെ അർത്ഥവത്തായ ഒരു തലത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ പ്രാവർത്തികതയിലേക്ക് എത്തിക്കാനായിട്ട് സിമിലർ ടൂൾസുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ സോഷ്യൽ കൺട്രോളിലായിരുന്നാലും റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ് ഉപയോഗിക്കുന്നു. സോഷ്യൽ കൺട്രോളിൽ ആ വ്യക്തികളുടെ പെരുമാറ്റങ്ങളൊക്കെ നിയന്ത്രിക്കാൻ അവർക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള പെരുമാറ്റമാണെങ്കിൽ അവർക്ക് റിവാർഡ്സ് കൊടുക്കുകയും നെഗറ്റീവ് ആയിട്ടുള്ള പെരുമാറ്റം പണിഷ്മെന്റ്സ് കൊടുക്കുകയും ചെയ്യും. അതുപോലെ സാമൂഹികവൽക്കരണത്തിലും നമ്മൾ വ്യക്തികൾ നല്ല രീതിക്ക് അല്ലെങ്കിൽ വ്യക്തികൾ ഇങ്ങനെ സോഷ്യലൈസ് ചെയ്ത് വരുമ്പോഴത്തേക്കും അവര് നെഗറ്റീവ്ലി സോഷ്യലൈസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർ കണ്ണും കേട്ട് വളർന്ന സാഹചര്യങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നെഗറ്റീവ്ലി അവർ സോഷ്യലൈസ് ചെയ്ത് വരികയാണെങ്കിൽ അവർക്ക് വേണ്ട എന്താണ് പണിഷ്മെന്റ്സുകളൊക്കെ സൊസൈറ്റിയിൽ നിന്ന് ലഭിക്കും. അതായത് ഇപ്പോ മോഷണം, അതൊക്കെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സ്വഭാവമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മോഷണം, അതിക്രമം, അക്രമങ്ങൾ, മറ്റുള്ളവരെ ഹിംസിക്കുക, ഉപദ്രവിക്കുക എന്നൊക്കെ ഉള്ളത്. അതുപോലുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാഴ്ചകൾ കണ്ടു വളരുന്ന കുട്ടികൾ അതുപോലെ സോഷ്യലൈസ് ചെയ്യപ്പെടുകയും അതുപോലുള്ള കാര്യങ്ങൾ പ്രവർത്തികൾ ചെയ്യുകയും ചെയ്യും. അത്തരം കുട്ടികൾക്ക് വേണ്ട പണിഷ്മെന്റ്സ് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ലഭ്യമാകുന്നു. അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു കുട്ടി എന്തെങ്കിലും മുതിർന്നവരെ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യാ, ഒരു ബസ്സിൽ കയറുന്ന സമയത്ത് മുതിർന്ന ഒരാൾ വരുമ്പോഴത്തേക്കും എണീറ്റ് മാറി കൊടുക്കുകയാണ്. അപ്പോൾ തന്റെ അച്ഛനും അമ്മയും കൂടെ ഉണ്ട്. അപ്പോൾ കുട്ടിയെ ഇരിക്കുകയാണ് ചെയ്യല്, ഒരു മുതിർന്ന വ്യക്തി വരുമ്പോഴത്തേക്കും ആ കുട്ടി എണീറ്റ് കൊടുക്കുകയാണ്. അപ്പൊ അവൻ നല്ല കാര്യമാണ് ചെയ്തത് അല്ലെ, അപ്പൊ അവൻ എന്ത് ചെയ്യുക, അഭിനന്ദിക്കുകയും ചെയ്യും. അപ്പൊ ഈ സോഷ്യലൈസേഷൻ, സാമൂഹ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് അവൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണെങ്കിൽ റിവാർഡും കൊടുക്കും. ഇപ്പൊ സോഷ്യൽ കൺട്രോളിലായിരുന്നാലും സോഷ്യലൈസേഷനിലായിരുന്നാലും സിമിലർ ആയിട്ടുള്ള ഈ ടൂൾ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്സ് എന്ന സിമിലർ ടൂൾസ് യൂസ് ചെയ്യും. മറ്റൊന്ന് റോൾ മോഡൽസ് അല്ലെ. പാരന്റ്സ്, ടീച്ചേഴ്സ്, ലീഡേഴ്സ് ഇവരെയൊക്കെ റോൾ മോഡൽ ആക്കിക്കൊണ്ടാണ് സോഷ്യലൈസേഷനിലൂടെ സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ കുട്ടികളെ എന്ത് ചെയ്യുക, പാരന്റ്സിനെയും ടീച്ചേഴ്സിനെയും ലീഡേഴ്സിനെയും ഒക്കെ റോൾ മോഡൽ ആക്കി പ്രവർത്തിക്കും. സോഷ്യൽ കൺട്രോൾ, സാമൂഹ്യ നിയന്ത്രണത്തിലും എന്താണ് പാരന്റ്സും ടീച്ചേഴ്സും ലീഡേഴ്സും ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ നിയന്ത്രിക്കുന്നു. കുട്ടികളെ എന്ത് ചെയ്യും, എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാരന്റ്സ് എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യും. ടീച്ചേഴ്സ് കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ ലീഡേഴ്സ് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് റോൾ മോഡൽസ് എന്നുള്ളത് എന്താണ്, മറ്റൊരു ടൂളാണ്. സിമിലർ ടൂൾസ് ആണ്. ഈ രണ്ട് കോൺസെപ്റ്റും കോമൺലി യൂസ് ചെയ്യുന്ന സിമിലർ ടൂളാണ്. മറ്റൊന്ന് കൾച്ചറൽ നറേറ്റീവ്സ്, അതായത് മിത്സ്, സ്റ്റോറീസ്, റിലീജിയസ് ടീച്ചിങ്സ്, ഇതെല്ലാം വ്യക്തികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം വ്യക്തികളെ പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു അല്ലെ. ഈ കൾച്ചറൽ നറേറ്റീവ്സ് എന്നുള്ളത് എന്താണ്, സോഷ്യലൈസേഷന്റെ സോഷ്യൽ കൺട്രോളിലും കോമൺലി യൂസ് ചെയ്യുന്ന സിമിലർ ടൂളാണ്. Okay, while socialization is often subtle and unconscious, social control may be overt and coercive. നമുക്കിവിടെ പറയാൻ കഴിയുന്നതെന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ സാമൂഹ്യവൽക്കരണം പലപ്പോഴും സൂക്ഷ്മവും അതുപോലെ തന്നെ അബോധാവസ്ഥയിലുള്ളതാണെങ്കിലും സോഷ്യൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ അതെന്താണ്, അത് overt and coercive ആണ് എന്നുള്ളതാണ്. അതായത് സാമൂഹ്യ നിയന്ത്രണം എന്നത് പരസ്യവും നിർബന്ധിതവുമാകാം. അപ്പൊ എന്നിരുന്നാലും രണ്ട് കോൺസെപ്റ്റുകളും രണ്ട് മാനദണ്ഡപരമായ അനുരൂപതയുടെ ലക്ഷ്യത്തിൽ ഒത്തുചേരുന്ന കോൺസെപ്റ്റുകളാണ്. However, both converge on the goals of normative conformity. നെക്സ്റ്റ് സോഷ്യൽ കൺട്രോളും മാൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും തമ്മിൽ എങ്ങനെ ഇന്റർ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിനായിട്ട് നമുക്ക് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്കറിയാം. പിന്നെ നമ്മൾ മാൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മാൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ മാൽ അഡ്ജസ്റ്റ്മെന്റ് refers to the inability or unwillingness of individuals or groups to conform to the prevailing psychological, social or cultural standards of the society. To manifest as deviance, alienations, rebellion or marginalization. അപ്പൊ ഇവിടെ മാൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, സമൂഹത്തിലെ നിലവിലുള്ള മാനസികമായിട്ടുള്ള സാമൂഹിക സാംസ്കാരിക മാനദണ്ഡങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ വ്യക്തികളുടെയോ ഗ്രൂപ്പുകളുടെയോ കഴിവില്ലായ്മയെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, നമ്മള് ഒരു മാൽ അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ എന്താണ്, ഒരു പൊരുത്തക്കേടായിട്ട്, സാമൂഹികമായിട്ടുള്ള ഒരു പൊരുത്തക്കേടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അന്യവൽക്കരണം, മത്സരം അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെടുക അല്ലെങ്കിൽ മാർജിനലൈസ് ചെയ്യപ്പെടുക എന്നിവയുടെ രൂപത്തിൽ നമുക്ക് ഈ മാൽ അഡ്ജസ്റ്റ്മെന്റ്, സോഷ്യൽ മാൽ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ എന്തുകൊണ്ട് ഈ മാൽ അഡ്ജസ്റ്റ്മെന്റ്, അതായത് ഈ ഒരു എന്താണ് പൊരുത്തക്കേട്, സാമൂഹികമായിട്ടുള്ള ഒരു പൊരുത്തക്കേട് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഫസ്റ്റ് വൺ, ഫെയിലിയർ ഓഫ് സോഷ്യൽ കൺട്രോൾ ഏജൻസി, സാമൂഹ്യ നിയന്ത്രണ ഏജൻസികളുടെ പരാജയം. അതായത് സാമൂഹ്യ നിയന്ത്രണ ഏജൻസികൾ എന്ന് പറയുമ്പോൾ കുടുംബം, സ്കൂൾ ഇതുപോലുള്ള നമ്മുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളാണ് സാമൂഹ്യ നിയന്ത്രണവും സാധ്യമാക്കുന്നത്. അപ്പൊ ഈ ഏജൻസികളുടെ ഒരു പരാജയം സമൂഹത്തിലെ മാൽ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള, സോഷ്യൽ മാൽ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള, സാമൂഹികമായിട്ട് എന്ത് ചെയ്യുക, പൊരുത്തക്കേടുള്ള ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യപ്പെടും, ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. മറ്റൊന്ന് ഹാർഷ് ഓർ കൊയേഴ്സീവ് കൺട്രോൾ, അതായത് വളരെ കഠിനമായിട്ടുള്ള അല്ലെങ്കിൽ നിർബന്ധിതമായിട്ടുള്ള നിയന്ത്രണങ്ങള് അത് എന്തിലേക്ക് നയിക്കാം, സോഷ്യൽ മാൽ അഡ്ജസ്റ്റ്മെന്റിലേക്ക് നയിച്ചിരിക്കാം. മറ്റൊന്ന് കൾച്ചറൽ കോൺഫ്ലിക്റ്റുകൾ,
മൂല്യങ്ങൾ, അതായത് സാംസ്കാരികമായിട്ടുള്ള സംഘർഷങ്ങൾ, വൈവിധ്യമാർന്ന ഒരു സമൂഹത്തിലെ വൈവിധ്യമാർന്ന മൂല്യങ്ങൾ വൈരുദ്ധ്യങ്ങളിലേക്ക്, മാനദണ്ഡ സംഘർഷങ്ങളിലേക്ക് നയിച്ചേക്കാം. മറ്റൊന്ന് ഇന്നിക്വാളിറ്റീസ് ഇനിക്വിറ്റീസ് ഇൻ എൻഫോഴ്സ്മെന്റ്. എന്താണ് ഇനിക്വിറ്റീസ് ഇൻ എൻഫോഴ്സ്മെന്റ്? അപ്പൊ ഇനിക്വിറ്റീസ് ഇൻ എൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും അസമത്വങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നു, നടപ്പിലാക്കപ്പെടുന്നു. ഓക്കെ, അതിലൂടെയൊക്കെയാണ് അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള സോഷ്യൽ മാനേജ്മെന്റ്, സാമൂഹികമായിട്ടുള്ള എന്താണ് ഒരു പൊരുത്തക്കേട് സാധ്യമാകുന്നത്. ഇന്നിക്വിറ്റീസ് ഇൻ എൻഫോഴ്സ്മെന്റ് എന്നുള്ളത് നടപ്പാക്കലിന്റെ ഒരു അസമത്വങ്ങൾ, അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ എന്താ അനുപാതമില്ലാതെ അവർക്ക് ലക്ഷ്യമിടുന്ന സാമൂഹിക നിയന്ത്രണം പലപ്പോഴും എന്താണ് അത് ഒരു നീരസവും പ്രതിരോധവും ഒക്കെ വളർത്താം. അതായത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്ത് വരുമ്പോൾ അവരിൽ നീരസവും പ്രതിരോധവും ഒക്കെ വളർത്താം. അങ്ങനെ എന്താണ് ഇൻക്വിറ്റീസ് ഇൻ എൻഫോഴ്സ്മെന്റ്സ്, അതായത് അസമത്വങ്ങൾ എന്ത് ചെയ്യപ്പെടും, നടപ്പാക്കലിന്റെ ഭാഗമായിട്ട് അസമത്വങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സോഷ്യൽ മാനേജ്മെന്റ്, സാമൂഹികമായിട്ടുള്ള ഒരു പൊരുത്തക്കേടുകൾ എന്ത് ചെയ്യുന്നത്, സൊസൈറ്റിയിൽ എമേർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ മാനേജ്മെന്റ് അതുപോലെ സോഷ്യൽ കൺട്രോൾ ഇത് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. സോഷ്യൽ ലൈഫ് എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമല്ല, അല്ലെ? അതായത് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥയിലുള്ളതല്ല സാമൂഹിക ജീവിതം എന്ന് പറയുന്നത്. അവിടെ മറിച്ച് എന്താണ് ക്രമീകരണങ്ങളുടെയും അതുപോലെ തന്നെ പൊരുത്തക്കേടലുകൾക്കിടയിലുമുള്ള ഒരു ചലനാത്മകമായിട്ടുള്ള ഒരു പിരിമുറുക്കത്തിലൂടെയാണ്, അല്ലെങ്കിൽ പിരിമുറുക്കത്തിലൂടെയാണ് സാമൂഹിക ജീവിതം ചെയ്യുന്നത് കടന്നു പോകുന്നത്. ഡൈനാമിക് ടെൻഷൻ ബിറ്റ്വീൻ അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് മാനേജ്മെന്റ്. ഇപ്പൊ ഡർക്കെയിം പറയുന്നുണ്ട്, ഡർക്കെയിമിന്റെ കോൺസെപ്റ്റ് ഓഫ് നോമിലെസ്നെസ് പ്രകാരം അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടില് സാമൂഹിക നിയന്ത്രണത്തിന്റെ തകർച്ചകൾ മാനസികവും സാമൂഹികവുമായിട്ടുള്ള ശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നത് എങ്ങനെ എന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് ഓഫ് അനോമി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എനിവേ, ഇപ്പൊ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാ മാനേജ്മെന്റ്സും, എല്ലാ പൊരുത്തക്കേടുകളും അത് പാത്തലോജിക്കൽ അല്ല. ചില പൊരുത്തക്കേടുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പ്രിക്കോഴ്സേഴ്സ് ടു സോഷ്യൽ ചേഞ്ച്. ചില മാനേജ്മെന്റ്സുകളാണ് എന്ത് ചെയ്യുന്നത്, വ്യക്തികളോ ഗ്രൂപ്പുകളോ അടങ്ങുന്ന സമൂഹത്തില് ചില മാനേജ്മെന്റുകൾ സാമൂഹിക മാറ്റത്തിന്റെ മുന്നോടികളായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നു. When individuals or groups challenge oppressive norms, what may seem like deviance could actually be moral courage or progressive reform. For example, civil disobedience to India's independence movement. നമ്മൾ നോക്കുന്നത് പർപ്പസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ്. അതായത് സാമൂഹിക നിയന്ത്രണത്തിന്റെ എന്താണ് പർപ്പസ്, പ്രധാനപ്പെട്ട ചില പർപ്പസ് എന്താണ്, അതിന്റെ ഉദ്ദേശം എന്താണ് എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, എൻഷുർ കൺഫോമിറ്റി, അതായത് അനുരൂപത ഉറപ്പുവരുത്തുക എന്നുള്ളത്. അതായത് അലൈൻ ഇൻഡിവിജ്വൽസ് ബിഹേവിയർ വിത്ത് സൊസൈറ്റൽ നോംസ്. എന്തുകൊണ്ട്, അല്ലെങ്കിൽ സാമൂഹിക നിയന്ത്രണത്തിലൂടെ, സോഷ്യൽ കൺട്രോളിലൂടെ വ്യക്തിഗത പെരുമാറ്റം സാമൂഹിക മാനദണ്ഡങ്ങളുമായിട്ട് യോജിപ്പിക്കുക, അങ്ങനെ ഒരു കൺഫോമിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് സാമൂഹിക നിയന്ത്രണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പർപ്പസ്. ഓക്കെ, ഇൻഡിവിജ്വൽ ബിഹേവിയർ സൊസൈറ്റി നോംസുമായിട്ട് എന്ത് ചെയ്യുക, അലൈൻ ചെയ്യുക, അതാണ് എൻഷുർ കൺഫോമിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒന്നാമത്തെ പർപ്പസ് ആണ്. രണ്ടാമത്തത് മെയിൻറ്റെയിൻ ഓർഡർ, പ്രിവെന്റ് ഡിവിയൻസ് ആൻഡ് സോഷ്യൽ ചോക്സ്. അതായത് വ്യതിയാനങ്ങളും സാമൂഹിക കുഴപ്പങ്ങളേക്ക് തടഞ്ഞുകൊണ്ട് ഒരു ക്രമം നിലനിർത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ സാമൂഹിക നിയന്ത്രണത്തിന്റെ പർപ്പസ് ആയിട്ട് പറയുന്നത്. മൂന്നാമത്തത് പ്രൊമോട്ട് സോളിഡാരിറ്റി, അതായത് ബൈ ഡിഫറെന്റ് സൊസൈറ്റൽ യൂണിറ്റ്സിന്റെ കൊഹസീവ് ഹോൾ. അതായത് എന്താണ്, വ്യത്യസ്ത സാമൂഹിക ഘടകങ്ങളെ ഒരു ഏകീകൃതമായിട്ട് മൊത്തത്തിൽ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് എന്താണ് സോളിഡാരിറ്റി പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു പർപ്പസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നാലാമത്തെ പർപ്പസ് preserve cultural continuity. എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ട്രഡീഷണൽ വാല്യൂസ് ആൻഡ് കസ്റ്റംസ്. ട്രഡീഷണൽ വാല്യൂസിനെയും കസ്റ്റംസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു സാംസ്കാരികപരമായിട്ടുള്ള ഒരു തുടർച്ചയെ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് മറ്റൊരു പർപ്പസ് ആയിട്ട് പറയാൻ കഴിയുന്നത്. അഞ്ചാമതായിട്ട് പറയുന്നത് ഇറ്റ് ഫെസിലിറ്റേറ്റ് സോഷ്യൽ ചേഞ്ച്, അതായത് സാമൂഹിക മാറ്റത്തെ സാധ്യമാക്കുക. റീഇൻഫോഴ്സ് അൺഡിസൈറബിൾ കസ്റ്റംസ്, എക്സാമ്പിൾ ഡൗറി, അൺടച്ചബിലിറ്റി, ഇതുപോലുള്ള എന്താണ് അൺഡിസൈറബിൾ ആയിട്ടുള്ള കസ്റ്റംസിനെ എന്ത് ചെയ്യുക, റിഫോം ചെയ്തിട്ട് നവീകരിക്കുക, അതിലൂടെ എന്ത് ചെയ്യുക, സാമൂഹിക മാറ്റം കൊണ്ടുവരിക. ഇതും സോഷ്യൽ കൺട്രോളിന്റെ പർപ്പസ് ആണ്. മറ്റൊന്ന് എൻഷുർ ജസ്റ്റിസ്, എന്ത് ചെയ്യുക, നീതി ഉറപ്പാക്കുക, ദുർബല വിഭാഗങ്ങളെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ട നീതി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അതാണ് എൻഷുർ ജസ്റ്റിസ് എന്നുകൊണ്ട് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. പ്രൊട്ടക്ട് വൾനറബിൾ സെക്ഷൻസ് ആൻഡ് പ്രൊമോട്ട് ഫെയർനെസ്. മറ്റൊന്ന് ബാലൻസ് കോമ്പറ്റിംഗ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. അതായത് റെഗുലേറ്റ് ഗ്രൂപ്പ് ഡൈനാമിക്സ് ആൻഡ് പ്രിവെന്റ് കോൺഫ്ലിക്ട്സ്, അതായത് മത്സര താല്പര്യങ്ങൾ സന്തുലിതമാക്കുക, ഗ്രൂപ്പ് ചലനാത്മകത നിയന്ത്രിക്കുകയും സംഘർഷങ്ങൾ തടയുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ബാലൻസ് കോമ്പറ്റിംഗ് ഇൻട്രസ്റ്റ്
എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻഷുർ കൺഫോമിറ്റി, മെയിൻറ്റെയിനിങ് ഓർഡർ, പ്രൊമോട്ട് സോളിഡാരിറ്റി, preserve cultural continuity, facilitate social change, ensure justice, അതുപോലെ ബാലൻസ് കോമ്പറ്റിംഗ് ഇൻട്രസ്റ്റ്. ഇത്രയുമാണ് സോഷ്യൽ കൺട്രോളിന്റെ സാമൂഹിക നിയന്ത്രണം എന്ന് പറയുന്ന കോൺസെപ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഗോൾസ് ഓഫ് സോഷ്യൽ കൺട്രോൾ, സാമൂഹ്യ നിയന്ത്രണത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഒരു ട്രഡീഷണൽ സൊസൈറ്റിയിലായിരുന്നാലും വൽക്കരിച്ച ഒരു സമൂഹത്തിലായിരുന്നാലും സാമൂഹ്യ നിയന്ത്രണം ചില ഗോൾസുകൾ, ചില ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് ഏതൊക്കെയെന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, അച്ചീവ് കൺഫോമിറ്റി ടു സോഷ്യൽ നോംസ്. എന്ത് ചെയ്യുക? സാമൂഹ്യ മാനദണ്ഡങ്ങൾ പാലിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? അതിനു വേണ്ടിയിട്ട് അച്ചീവ് ചെയ്യുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ അതിന്റെ പർപ്പസ് ആയിട്ട് പറഞ്ഞ കാര്യം തന്നെയാണ് എന്റെ ഗോൾ ആയിട്ടും പറയുന്നത്. അറ്റ് ഹേർഡ് ഓഫ് സോഷ്യൽ കൺട്രോൾ ഈസ് ദ ഡിസൈർ ടു മോൾഡ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ഇൻ ലൈൻ വിത്ത് ഷെയർഡ് സൊസൈറ്റൽ നോംസ്. Norms may vary across cultures, but every society expects its members to internalize values that uphold communal life, honesty, respect, and obedience, etc. അതായത് അച്ചീവ് കൺഫോമിറ്റി ടു സോഷ്യൽ നോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ സാമൂഹ്യ നിയന്ത്രണത്തിന്റെ കാതൽ പൊതുവായ സാമൂഹ്യ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി വ്യക്തിഗത പെരുമാറ്റം രൂപപ്പെടുത്താനുള്ള ഒരു ശ്രമമായിട്ടോ ആഗ്രഹമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സംസ്കാരങ്ങൾക്കനുസരിച്ച് മാനദണ്ഡങ്ങൾ വ്യത്യാസപ്പെട്ടേക്കാം, അല്ലെ? ഓരോ വ്യക്തികളുടെയും അവരുടെ ഭാഗമാകുന്ന സംസ്കാരങ്ങൾക്കനുസരിച്ച് ആ സമൂഹത്തിലുള്ള മാനദണ്ഡങ്ങൾ വ്യത്യാസപ്പെട്ടേക്കാം. എന്നാൽ ഓരോ സമൂഹവും അതിന്റെ അംഗങ്ങൾക്ക് സമൂഹ ജീവിതത്തെ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ, സത്യസന്ധത, ബഹുമാനം, അനുസരണം തുടങ്ങിയ അതുപോലുള്ള ചില കാര്യങ്ങൾ ആന്തരികവൽക്കരണമെങ്കിൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വ്യക്തികൾ ആന്തരികവൽക്കരിക്കണമെന്ന് ഓരോ സമൂഹവും പ്രതീക്ഷിക്കുന്നത്. അത്തരം കാര്യങ്ങൾ, അത്തരത്തിലുള്ള ഈ ഒരു സൊസൈറ്റൽ നോംസിനെ എന്ത് ചെയ്യുക? സാമൂഹ്യ മാനദണ്ഡങ്ങൾ പാലിക്കാനായിട്ട് അല്ലെങ്കിൽ വ്യക്തികൾക്ക് കൈവരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? വേണ്ട ഒരു കൺഫോമിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സോഷ്യൽ കൺട്രോളിന്റെ ഒരു പ്രധാന ഗോളായിട്ട്, ലക്ഷ്യമായിട്ട് പറയുന്നത്. സെക്കൻഡ് വൺ, മെയിൻറ്റെയിനിങ് ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി. സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക, സാമൂഹികമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു സ്ഥിരത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് മറ്റൊരു ഗോൾ. ഇപ്പോൾ ഓർഡർ ഈസ് എ ബെഡ് റോക്ക് ഓഫ് സിവിലൈസേഷൻ. അതായത് ഒരു ക്രമം എന്ന് പറയുന്നത്, ക്രമസമാധാനം എന്നത് നാഗരികതയുടെ അടിത്തറയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ സമൂഹങ്ങൾ എന്നത് റോളുകളുടെയും അല്ലെങ്കിൽ റോളുകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രതീക്ഷകളുടെയും സങ്കീർണമായിട്ടുള്ള വലകളായിട്ടാണ് നമുക്ക് സാമൂഹിക ക്രമങ്ങളെ കൺസിഡർ ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ നിയന്ത്രണമില്ലെങ്കിൽ ഈ ക്രമീകരണങ്ങൾ കുഴപ്പങ്ങളായിട്ട് അല്ലെങ്കിൽ കുഴപ്പങ്ങളിലേക്ക് എത്തിച്ചേരാം. അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ഒരു നിയന്ത്രണ ശക്തിയെ പ്രവർത്തിക്കുകയും അതില്ലാന്നുണ്ടെങ്കിൽ ചില പിരിമുറുക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സോ അത്തരത്തിലൊരു ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് സാമൂഹിക നിയന്ത്രണം അഥവാ സോഷ്യൽ കൺട്രോൾ ആവശ്യമാണ്. ഓർഡർ ഈസ് എ ബെഡ് റോക്ക് ഓഫ് സിവിലൈസേഷൻ. Societies are intricate webs of roles, institutions, and expectations. Without control, these arrangements would dissolve into chaos. Social control acts as a regulatory force, smoothing tensions and sustaining a climate where people can invest predictably. സോഷ്യൽ കൺട്രോളിന്റെ മറ്റൊരു ഗോള് ഫോസ്റ്റർ സോഷ്യൽ സോളിഡാരിറ്റി ആൻഡ് യൂണിറ്റി. അതായത് സാമൂഹിക ഐക്യവും അതുപോലെ തന്നെ യൂണിറ്റി എന്ത് ചെയ്യുക? വളർത്തിയെടുക്കുക എന്നുള്ളതാണ് മറ്റൊരു ഗോള്. എമേ ഡർക്കെയിം ആർഗ്യൂഡ് ദാറ്റ് സോളിഡാരിറ്റി, ദ ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ് ആൻഡ് മ്യൂച്വൽ ഡിപ്പെൻഡൻസ് ഈസ് വൈറ്റൽ ഫോർ സൊസൈറ്റി. എമേ ഡർക്കെയിം അതായത് രണ്ട് തരത്തിലുള്ള സോളിഡാരിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്, മെക്കാനിക്കൽ സോളിഡാരിറ്റി, ഓർഗാനിക് സോളിഡാരിറ്റി ഒക്കെ. അപ്പൊ അദ്ദേഹം പറയുന്നത് സോളിഡാരിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ് ആൻഡ് മ്യൂച്വൽ ഡിപ്പെൻഡൻസ്. അതായത് ഒരു സൊസൈറ്റിക്ക് നമ്മൾ ഒന്നാണെന്നുള്ള ആ ഒരു ഫീലിംഗിനെ ഉണർത്തുന്ന ഒരു കാര്യമാണ് സോളിഡാരിറ്റി എന്നുള്ളത്. ഇതൊരു സൊസൈറ്റിയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യമാണ്. സൊസൈറ്റിയിൽ ഒരു മ്യൂച്വൽ ഡിപ്പെൻഡൻസ് നിലനിർത്തുന്നതിന് സോളിഡാരിറ്റി അത്യന്താപേക്ഷിതമാണെന്നൊക്കെയാണ് എം എ ഡർക്കെയിം പറയുന്നത്. സോഷ്യൽ കൺട്രോൾ എൻകറേജസ് യൂണിഫോം അഡ്ഹറൻസ് ടു ഷെയർഡ് പ്രാക്ടീസസ് വിച്ച് ഇൻ ടേൺ ഫോസ്റ്റർ ഗ്രൂപ്പ് ഐഡന്റിറ്റി ആൻഡ് ഇമോഷണൽ ഇന്റഗ്രേഷൻ. അപ്പൊ സാമൂഹിക നിയന്ത്രണത്തിനുള്ളിൽ നമുക്ക് അല്ലെങ്കിൽ സാമൂഹിക നിയന്ത്രണം എന്താണ്? പങ്കിട്ട ചില രീതികളോട് ഏകീകൃതമായിട്ട് ചേർന്ന് നിൽക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഗ്രൂപ്പ് ഐഡന്റിറ്റിയെയും വൈകാരിക സംയോജനത്തെയും വളർത്തിയെടുക്കുകയും ചെയ്യുന്നു. മറ്റൊരു ഗോൾ എന്ന് പറയുന്നത് പ്രിസർവ് കൾച്ചറൽ കണ്ടിന്യൂറ്റി എന്നുള്ളതാണ്. അതായത് സാംസ്കാരികമായിട്ടുള്ള ഒരു തുടർച്ചയെ സംരക്ഷിക്കുക. അതായത് പാരമ്പര്യങ്ങളും മൂല്യങ്ങളും തലമുറകളുടെ ഒരു പാരമ്പര്യമാണ്. ഇപ്പൊ സാമൂഹിക നിയന്ത്രണം ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് അവരുടെ കൈമാറ്റത്തെ ഉറപ്പുവരുത്തുന്നു. അതുവഴി ഒരു സാംസ്കാരിക സ്വത്തും ചരിത്രബോധവും സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത് മറ്റൊരു ഗോളായിട്ട് നമുക്ക് പറയാം. ഇപ്പൊ ട്രഡീഷണൽ ആൻഡ് വാല്യൂസ് ആർ ദ ഇൻഹെറിറ്റൻസ് ഓഫ് ജനറേഷൻസ്. സോഷ്യൽ കൺട്രോൾ എൻഷുർസ് their transmissions from one generation to the next, thereby creating a cultural identity and historical consciousness.
ഡീവിയൻസ് എന്നുള്ളതാണ് സോഷ്യൽ കൺട്രോളിന്റെ മറ്റൊരു ഗോൾ. അതായത് ഈ ഒരു ലക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചില വ്യതിയാനങ്ങൾ സ്വാഭാവികമാണെങ്കിൽ, സമൂഹത്തിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടാകാൻ സ്വാഭാവികമാണെങ്കിൽ, നിയന്ത്രിക്കാത്ത അല്ലെങ്കിൽ നിയന്ത്രിക്കപ്പെടാത്ത ചില ഈ വ്യതിയാനങ്ങൾ അത് സമൂഹത്തിൽ ചില തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം. അതായത് പുനരധിവാസം, അതുപോലെ തന്നെ എന്തെങ്കിലും ശിക്ഷ കൊടുക്കൽ, അല്ലെങ്കിൽ എന്താണ് പുനഃസാമൂഹികവൽക്കരണം എന്നിവയിലൂടെ വ്യതിയാനങ്ങളെ തിരിച്ചറിയുക. അത്തരം വ്യതിയാനങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് തിരുത്തലുകൾ എന്ത് ചെയ്യലില്ല, മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരണം. ഓക്കെ, പ്രിവെന്റ് ചെയ്യുക, അതിനെ മാനേജ് ഡീവിയൻസ്, അതായത് വ്യതിയാനത്തെ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക എന്നുള്ളത് സാമൂഹിക നിയന്ത്രണത്തിലൂടെ സോഷ്യൽ കൺട്രോളിലൂടെ സാധ്യമാകുന്ന ഒരു ലക്ഷ്യമാണ്. അപ്പോൾ while some levels of deviations is natural and unchecked deviance can be disruptive, social control aim to identify, correct and in some cases prevent deviance through rehabilitation, punishment or re-socialization. അപ്പൊ ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് എല്ലാ വ്യതിയാനങ്ങളും ഇപ്പം നെഗറ്റീവ് അല്ല എന്നാണ് പറയുന്നത്. നോട്ട് ഓൾ ഡീവിയൻസ്, സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ഈ വ്യതിയാനങ്ങളും അത് നെഗറ്റീവ് അല്ല. സം ഡീവിയൻസ് ബിക്കം എ ഹാർബിഞ്ചർ ഓഫ് സോഷ്യൽ പ്രോഗ്രസ്. അതായത് ചില വ്യതിയാനങ്ങൾ എന്ന് പറയുന്നത്, അപ്പോൾ സമൂഹത്തിൽ ഒരുപാട് വ്യതിയാനങ്ങളുണ്ട്, അതിനെയൊക്കെ മാനേജ് ചെയ്യുക, പ്രിവെന്റ് ചെയ്യാൻ, ആ വ്യതിയാനങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് സൊസൈറ്റിയിൽ പ്രിവെൻഷൻസ് ഒക്കെ സാധ്യമാക്കുക, അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് സാമൂഹിക നിയന്ത്രണത്തിന്റെ മറ്റൊരു ലക്ഷ്യമായിട്ട്, ഗോളായിട്ട് പറയുന്നത്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, എല്ലാ ഡീവിയൻസ്, എല്ലാ സാമൂഹിക വ്യതിയാനങ്ങളും അത് നെഗറ്റീവ് അല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചില വ്യതിയാനങ്ങൾ സാമൂഹിക പുരോഗതിയുടെ മുന്നോടിയായിട്ട് മാറുകയും എന്നിരുന്നാലും സൃഷ്ടിപരമായിട്ടുള്ള വിയോജിപ്പും വിനാശകരമായ പെരുമാറ്റവും തമ്മിൽ വേർതിരിച്ചറിയാൻ സമൂഹങ്ങൾക്ക് സഹായകരമാകുന്ന ഒന്നായിട്ട് സോഷ്യൽ കൺട്രോളിനെ നമുക്ക് കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ്. മറ്റൊരു ഗോള്, സോഷ്യൽ കൺട്രോളിന്റെ മറ്റൊരു ഗോള് നമുക്ക് എൻഷുർ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വിറ്റി എന്നുള്ളതാണ്. അതായത് സാമൂഹിക നിയന്ത്രണത്തിലൂടെ എന്ത് ചെയ്യുക, അവിടെ സാമൂഹിക നിയന്ത്രണത്തിലൂടെ സാമൂഹിക നീതിയും തുല്യതയും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം. സോ സോഷ്യൽ കൺട്രോൾ particularly in modern democracies is directed at protecting weaker section, balancing power and providing avenues for grievance redressal. ഓക്കെ, അതായത് എന്ത് ചെയ്യുക, നമുക്ക് സാമൂഹിക നിയന്ത്രണത്തിലൂടെ സാമൂഹിക നീതിയും തുല്യതയും ഉറപ്പാക്കുക, ദുർബല വിഭാഗങ്ങളെ സംരക്ഷിക്കുക, അധികാര സന്തുലിതാവസ്ഥ നിലനിർത്തുക, പരാതി പരിഹാരത്തിനുള്ള വഴികൾ നൽകുക എന്നിവയെ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ ഒരു ഗോൾ, അല്ലെങ്കിൽ സോഷ്യൽ കൺട്രോളിലെ ഈ ഒരു ഗോൾ എന്ന് പറയുന്നത്. സോഷ്യൽ കൺട്രോളിന്റെ മറ്റൊരു ഗോൾ സംഘടിതമായിട്ടുള്ള ഒരു സഹകരണവും മത്സരവും എന്ത് ചെയ്യുക, പ്രാപ്തമാക്കുക. എനേബിൾ ഓർഗനൈസ്ഡ് കോർപ്പറേഷൻ ആൻഡ് കോമ്പറ്റീഷൻ. സൊസൈറ്റി thrives when cooperation and competition coexist constructively. Control mechanism ensure that neither leads to exploitation, violence and choice. ഇവിടെ മെയിൻലി പറയുന്നത് എന്താണ്, സഹകരണവും മത്സരവും സൃഷ്ടിപരമായി നിലനിൽക്കുമ്പോഴാണ് സമൂഹ അഭിവൃദ്ധി പ്രാപിക്കുന്നത്. അപ്പൊ നിയന്ത്രണ സംവിധാനങ്ങൾ രണ്ടും ചൂഷണത്തിലേക്കോ അക്രമണത്തിലേക്കോ കുഴപ്പത്തിലേക്കോ നയിക്കില്ലെന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് എനേബിൾ ഓർഗനൈസ്ഡ് കോർപ്പറേഷൻ ആൻഡ് കോമ്പറ്റീഷൻ ഒരു ലക്ഷ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ സോഷ്യൽ കൺട്രോളിലെ മറ്റൊരു ലക്ഷ്യമാണ് ഫെസിലിറ്റേറ്റ് അഡാപ്റ്റീവ് ചേഞ്ച് എന്നുള്ളതാണ്. അപ്പൊ കോൺട്രറി ടു ദ misconception that control is conservative, it also gains reform. Societies use control to direct change in specific direction. Example, ending child marriage, promoting environmental consciousness of digital ethics. അതായത് നമുക്കിപ്പോ നിയന്ത്രണം എന്ന് പറയുന്നത് യാഥാസ്ഥിതികമാണെന്ന തെറ്റിദ്ധാരണയ്ക്ക് വിരുദ്ധമായി അത് പരിഷ്കരണത്തെയും നയിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഇപ്പൊ ശൈശവ വിവാഹം അവസാനിപ്പിക്കുക, പരിസ്ഥിതി അവബോധം വളർത്തുക, ഡിജിറ്റൽ ധാർമ്മികത എന്നിവ പോലുള്ള നിർദ്ദിഷ്ട ദിശകളിൽ എന്ത് ചെയ്യുക, ഒരു മാറ്റം വരുത്താൻ സമൂഹങ്ങൾ എന്ത് ചെയ്യുന്നു, സോഷ്യൽ കൺട്രോളിന് യൂസ് ചെയ്യുന്നു, സാമൂഹ്യ നിയന്ത്രണത്തെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അതിന്റെ മീനിങ്, അതിന്റെ ഡെഫിനിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ സെൽഫ് കൺട്രോൾ, സോഷ്യലൈസേഷൻ, മാനേജ്മെന്റ്, ഇതുപോലുള്ള കോൺസെപ്റ്റുകളുമായിട്ട് എങ്ങനെയാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് അത് നമ്മൾ നോക്കി. ഗോൾ ആൻഡ് പർപ്പസ് ഓഫ് സോഷ്യൽ കൺട്രോൾ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻലി ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇത്രയും പോർഷൻസ് നമ്മൾ നന്നായിട്ട് പഠിക്കുക. ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് ഇതിന്റെ ബാലൻസ് പോർഷൻസ് നമുക്ക് എടുക്കാം. ഇത്രയും പോർഷൻസ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മറ്റൊരു സെക്ഷനിലെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.